കലിപ്പൻ കാശിനാഥനും ജാൻസി റാണിയും. രചന തീർത്ത അമ്മൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. കെട്ടരുത് കെട്ടരുത്. മുന്നിൽ തൂങ്ങിയാടുന്ന ആലിലത്താലിലേക്കും താലി തനിക്ക് നേരെ പൊക്കി പിടിച്ചവനെ മാറി മാറി നോക്കി പറയുമ്പോൾ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കല്യാണം മുടങ്ങാനുള്ള ആഗ്രഹം. കെട്ട് നടക്കില്ല എന്റെ കുന്നും പുറത്തപ്പാ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു പിടിച്ച അതേ നിമിഷം തന്നെയായിരുന്നു കഴുത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെട്ടത്. ഒരു ഞെട്ടലോടെ കണ്ണുകൾ തുറന്നതും കണ്ടു നെഞ്ചിലായി തൂങ്ങിയാടുന്ന ആ ആലിലത്താലിയെ. അല്ല, അതിനത് താലിയല്ലല്ലോ, കൊലക്കയറല്ലേ. കഴുത്തിനെ വരിഞ്ഞു മുറുക്കുന്ന കൊലക്കയർ. അത് കിട്ടിയതോ സാക്ഷാൽ കാലനാഥനും എന്നോർത്ത് മുന്നോട്ട് നോക്കിയ അതേ സമയം തന്നെ സാക്ഷാൽ കാശിനാഥൻ എന്റെ സീമന്തരേഖ ശോഭിച്ചിരുന്നു. ശേഷം എന്നെ ഒരു നോട്ടവും. ആ നോട്ടത്തിന് ഞാൻ ഉരുകിപ്പോയി. എങ്ങനെ ഉരുകാതിരിക്കും? അമ്മാതിരി പണിയല്ലേ ഞാൻ ഈ കാലിന് കൊടുത്തത്. വാ പറഞ്ഞുതരാം. അതിനുമുമ്പ് ഞാൻ ആരാണെന്ന് അറിയണ്ടേ? ഞാൻ അമ്മു എന്ന നന്ദന, മേലെടുത്ത് രവിയുടെയും ശ്രീജയുടെയും ഒരേ ഒരു സന്താനം. പേര് അമ്മു എന്നാണെങ്കിലും ഞാൻ മഹാ കച്ചറയും കുറുമ്പിയാണെന്നാ വീട്ടിലെ എന്റെ മാതാശ്രീയുടെയും പിതാശ്രീയുടെയും പൊതുവേയുള്ള പറച്ചിൽ. ഇപ്പൊ നടക്കുന്നത് എന്റെ കല്യാണമാണ്. വരൻ മംഗലത്ത് വീട്ടിൽ കരുണാകരമേനോന്റെയും രാധികയുടെയും ഇളയ സന്തതി കാശിനാഥൻ. ഈ ജന്മം എനിക്ക് ഭർത്താവിന്റെ രൂപത്തിൽ വന്ന എന്റെ മാത്രം കാലനാഥൻ. ആളൊരു മാഷാണ്. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലെ BA ഇംഗ്ലീഷ് ലെക്ചർ. കാണാനും സുന്ദരൻ, പക്ഷേ സ്വഭാവത്തിൽ മാത്രം മുരടനായി പോയി. ശരിക്കും പറഞ്ഞാൽ ആ കോളേജ് കാലഘട്ടം തന്നെയായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. ഇനി നമുക്ക് എന്റെ പഴയ കോളേജ് കാലഘട്ടത്തിലേക്ക് പോയി നോക്കാം. ഫോളോ മീ. 7 മണിയോടെ കിഴക്കൻ ആകാശം നിസ്സാരമായി വെളുത്തു തുടങ്ങി. രാത്രിയുടെ നീലനിഴലുകൾ ചെറുതായി പിന്മാറി. പുതുവെളിച്ചത്തിന്റെ ചെറുതുള്ളികൾ തീരെ സാവധാനത്തിൽ ഭൂമിയെ തൊട്ടുണർത്തി. സൂര്യൻ തന്റെ പൊൻതിരമാലകൾ വിരിച്ചുകൊണ്ട് അതിരുകളെ കടന്ന് ഒന്ന് നോക്കും പോലെ തന്നെ ഉയർന്നു വരികയായിരുന്നു. പ്രഭാതത്തിന്റെ മൃദുവായ ചൂട് മണ്ണിലും ഇലകളിലും പടർന്ന് പുതിയ ദിവസമായി പിറന്നു വീണു. ഞാനപ്പോഴും ആഴമേറിയ ഉറക്കത്തിലാണ്. ഭൂമി ഉലുങ്ങിയാൽ പോലും അറിയാത്ത വിധമുള്ള നല്ല രാക്കിനാവ് കണ്ടുള്ള ഉറക്കം. നമുക്കെന്ത് സൂര്യോദയം, എന്ത് അസ്തമയം, ഉറക്കം മുഖ്യം ബിഹിലേ. രാക്കിനാവിൽ ഞാൻ കാണുകയാണ് ഒരു വിശാലമായ ഐസ്ക്രീം പ്രദേശം എന്റെ മുമ്പിൽ വിരിഞ്ഞിരിക്കുന്നു. വെളുത്ത തണുപ്പിന്റെ മൃദുവായ വാനില മലകൾ, വ്യത്യസ്ത നിറങ്ങളിലുള്ള മിഠായി കുന്നുകൾ. ആ അത്ഭുത ലോകത്തിന്റെ നടുവിൽ ഞാൻ തനിച്ചിരുന്നു. കയ്യിലൊരു ചോക്കോ ബാർ. തണുപ്പിന്റെയും ചോക്ലേറ്റിന്റെയും മിശ്രമായ സുഗന്ധം ചെറുതായി വിരിഞ്ഞു. കടിയെടുത്ത ഓരോ തവണയും അതുരുകി എന്റെ നാവിൽ പടർന്നുപോയി. ലോകം തന്നെ ഒരു മധുര തടാകമായി മാറുന്നത് പോലെ. തണുത്ത നിശബ്ദതയിൽ ഐസ്ക്രീം മലകളുടെ നടുവിൽ നീന്തി തുടിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ. അമ്മു, അമ്മു! അപ്പോഴാണ് എന്റെ സ്വപ്നങ്ങളിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് പോരാളിയുടെ വിളി വന്ന്. അമ്മു! തുടങ്ങി രാവിലെ തന്നെ. എന്താ അമ്മ, ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഒരു കോട്ടുമായിട്ട് ചെരിഞ്ഞിടുന്നോണ്ട് ഞാൻ പറഞ്ഞു. ദേ പെണ്ണെ, ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ തല വഴി വെള്ളം ഒഴിച്ചു തരും, കേട്ടല്ലോ? പിന്നെ ഭീഷണി, അതും ഈ എന്നോട്. അനുസരണശീലം പണ്ടേ ഇല്ലാത്തോണ്ട് ഞാൻ വീണ്ടും പുതച്ചു മൂടി അങ്ങ് കിടന്നു. പെട്ടെന്നാണ് പുതപ്പ് വായുവിൽ പൊങ്ങിയത്. എന്റെ മുഖത്തേക്ക് സുനാമി പോലെ എന്തോന്ന് പതിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. അയ്യോ അമ്മേ, സുനാമി വന്നേ എന്നും പറഞ്ഞ് ഒറ്റ ഓട്ടം. അയ്യോ എന്റെ നടുപോയേ രവിയേട്ടാ. ഓടി വാതിലിനടുത്തെത്തിയപ്പോഴാണ് എന്റെ കാതിൽ ഒരു ദയനീയമായ വിളി പതിഞ്ഞത്. വെള്ളത്തിൽ വീണ തോർത്ത് പോലെ നിൽക്കുന്ന ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ കണ്ട കാഴ്ചയിൽ തറഞ്ഞു പോയി. അപ്പോഴാണ് എനിക്ക് കാര്യം കത്തിയത്. പോരാളി എന്നെ എഴുന്നേൽപ്പിക്കാൻ വെള്ളം മുഖത്തൊഴിച്ചതായിരുന്നു. പക്ഷെ പേടിച്ചു പോയ, അല്ല ഉറക്കപ്പിച്ചിലായിരുന്ന ഞാൻ വിചാരിച്ച സുനാമി വന്നെന്ന്. ആ വെപ്രാളത്തിലോടിയപ്പോ പോരാളിയെ തള്ളി താഴെയിട്ടു. പാവം, വെട്ടിയിട്ട ഭായത്തണ്ട് പോലെ അല്ലേ എളാപ്പാ കിടക്കുന്നത്. എന്റെ കുന്നും പുറത്തപ്പാ. അച്ഛൻ വരുന്നതിന് മുന്നേ എസ്കേപ്പ് അമ്മു, എസ്കേപ്പ്. ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ധാവണിയും പൊക്കി പിടിച്ച് വീണ്ടും ഓടി. നിക്കടി കുരുത്തം കെട്ടവളെ അവിടെ. അയ്യോ അമ്മേ, എന്റെ നടുപോയേ രവിയേട്ടാ. ഡോ മനുഷ്യ, ഇങ്ങോട്ട് വാണോ? അയ്യോ എന്റെ നടു ദൈവങ്ങളെ. ഓടുമ്പോഴും അമ്മ കാറി പൊളിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അടുത്തെന്നാൽ വീണു എന്നൊന്നും അമ്മ നോക്കില്ല. നനഞ്ഞ തോർത്ത് പോലെ നിൽക്കുന്ന എന്നെ ചിലപ്പോ പിഴിഞ്ഞ് അയലെറിയും. എന്തിനാ വെറുതെ. ഓടി ഓട്ടം പിന്നീട് ഞാൻ സഡൻ ബ്രേക്ക് നിർത്തിയത് കൃത്യമായി അച്ഛന്റെ മുമ്പിലായിരുന്നു. ഹൈവ ശുഭം. കാവിലുങ്കിയും ഷർട്ടുമാണ് അച്ഛന്റെ വേഷം. കയ്യിൽ പത്രവുമുണ്ട്. രാവിലെ ഉണർന്നാൽ നാട്ടുവിശേഷം ചൂടോടറിയൽ അച്ഛന് നിർബന്ധമാണ്. ഈ മദ്യം സ്ഥിരമായി കഴിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മദ്യം കിട്ടിയില്ലെങ്കിൽ ഒരു വിറയിലുണ്ടാവില്ലേ? അതുപോലൊരു ബന്ധമാണ് അച്ഛനും പത്രവും തമ്മിൽ. ഗുഡ് മോർണിംഗ് അമ്മോ. ഗുഡ് മോർണിംഗ് അച്ഛാ. ഇതെന്താ എന്റെ മോൾ ഇത്ര പെട്ടെന്ന് നന്നായോ? രാവിലെ തന്നെ കുളിച്ചിട്ടാകെ നനഞ്ഞിട്ടാണല്ലോ വരവ്. കാക്ക വല്ലതും മലന്ന് പറക്കുവാവോ?
ഓഹോ, രാവിലെ തന്നെ എനിക്കിട്ട് താങ്ങുമല്ലേ പിതാശ്രീ. പിരിവിരുത്തോണ്ട് ക്ലോസപ്പിന്റെ പരസ്യം പോലെ ഞാനങ്ങ് കിണിച്ചു കൊടുത്തു. എന്നോടാ കളി. അത് പിന്നെ അച്ഛൻ എന്താന്നറിയില്ല, എനിക്കിന്ന് രാവിലെ കുളിക്കാൻ തോന്നി. ആ, ചിലപ്പോ നന്നാവാനായിരിക്കും. ഓ, എന്റെ ആ പറച്ചിൽ കേട്ട് അച്ഛൻ എന്നെ പുരികം ചൊളിച്ച് നോക്കി. ചെറിയൊരു സംശയം ആ നോട്ടത്തിൽ ഇല്ലേന്നൊരു തോന്നൽ. ആ തോന്നൽ ഊട്ടിയുറപ്പിക്കാൻ എന്നോണമായിരുന്നു മുകളിൽ നിന്ന് എന്റെ പോരാളിയുടെ ഹൈ വോളിയത്തിലുള്ള കരച്ചിൽ ഏതാണ്ട് ഈ പൂരപ്പറമ്പിൽ സ്പീക്കറിൽ പാട്ടിട്ട പോലെ. അമ്മേ, എന്തോ വരുന്നേ? അച്ഛാ, എന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് ഈശോട്ടൻ വിളിക്കുന്നു, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്നും പറഞ്ഞ് വീണ്ടും ഓട്ടം. നീ തലറിച്ചതേ, നിക്കടി അവിടെ. പുറകെ തന്നെ പത്രവും ചുരുട്ടി എറിഞ്ഞ അച്ഛനും. നിക്കില്ല, ധൈര്യം ഉണ്ടെങ്കിൽ പിടി. എന്റെ പിന്നാലെ പോരാളി നോക്കച്ചാ. പഴുത്ത ചക്ക വീണ പോലെ എന്റെ റൂമിൽ കിടപ്പുണ്ട്. നാളെ അച്ഛൻ ഇത്തിരി കഞ്ഞെങ്കിലും കിട്ടണമെങ്കിലേ പോരാളിയെ നോയിക്കോ. ഓടുന്നതിനിടയിൽ ഞാനും പറഞ്ഞു, ആസത്തെ നിന്നെ ഞാൻ ശരിയാക്കി തരാടി. അയ്യോ എന്റെ ശ്രീജ. എന്റെ ആ മറുപടിയിൽ എനിക്ക് നേരെ ഓടിയാച്ച മുറ്റത്ത് കിടന്ന കല്ലെടുത്ത് എന്റെ കാല് നോക്കി ഒറ്റ ഏറെറിഞ്ഞ് അകത്തേക്ക് ഓടിക്കേറി. എന്റെ അച്ഛനായോണ്ട് പറയുകയല്ല, എറിഞ്ഞു വീഴ്ത്തുന്ന കാര്യത്തിൽ പണ്ടേ പുലിയായതുകൊണ്ട് കൃത്യമായിട്ട് ആ ഏറി എനിക്കിട്ട് കൊണ്ടുപോയിനാൽ ഭൂമി ദേവി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്തസ്സായി ഭൂമി ദേവിയുടെ അനുഗ്രഹം വാങ്ങി ഞാൻ. പിന്നീട് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലായി. ചെറുതായിട്ടൊന്ന് അടൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇടലായി. വേദന കൊണ്ട് കരച്ചിലായി. ഹോ, അങ്ങനെ ആകെ മൊത്തം സീൻ ജഗ പോക. ഇതിനിടയിൽ ഞാൻ നൈസായിട്ട് ഭൂമി ദേവിയുടെ അനുഗ്രഹം മേടിച്ച് പൊടിയും തട്ടി എഴുന്നേറ്റ് മുറിയിലേക്ക് വലിഞ്ഞു. റൂമിലെത്തിയ ഞാൻ ആദ്യം കയറിയത് ബാത്റൂമിലായിരുന്നു. എന്തിനാന്നല്ലേ, ഒന്നാമതേ നനഞ്ഞതോർത്തു പോലെയുണ്ട്. അതിനൊപ്പം മുറ്റത്തെ മണ്ണൂടായുള്ള അവസ്ഥ. ഹോ, ഹൊറിബിൾ. ഒരു വിധത്തിൽ കാക്കക്കുളിയും കുളിച്ച് ഒരു മഞ്ഞക്കളർ സ്ലീവ്ലെസ് ചുരിദാറും ഇട്ട് മുടി ഡ്രോയർ വെച്ച് ഉണക്കി ഒരു കുഞ്ഞു പൊട്ടും വെച്ച് കണ്ണാടിക്ക് മുമ്പിൽ പോയി എന്നെ ഒന്ന് മൊത്തത്തിൽ നോക്കി. കൊള്ളാം, പുട്ടിയൊന്നും ഇട്ടില്ലെങ്കിൽ കാണാൻ ഒരു ആനച്ചന്തൊക്കെയുണ്ട്. എൻ്റെ ഒരു കാര്യം. പക്ഷെ ഈ ചുരിദാറ് മഞ്ഞക്കളി പോലില്ലേ എന്നൊരു സംശയം. ഇല്ലേന്നല്ല, ആ എന്തേലും ആവട്ടെ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്വയം പറഞ്ഞ ശേഷം ബെഡിന്റെ അടുത്തേക്ക് പോയി ബാഗും എടുത്ത് റൂമിൽ നിന്ന് ഒരു ഓട്ടമായിരുന്നു. എങ്ങോട്ടാന്നല്ലേ? എന്റെ സ്വന്തം കോളേജിലേക്ക്. എന്റെ ബാക്കി തല്ലുവിളിത്തരൊക്കെ അവിടെയാണ്. അമ്മയുടെ നടുവൊടിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കാര്യം തീരുമാനമായി. അതും ചോദിച്ച് അടുത്തു പോയ നടുവൊടിഞ്ഞ് കിടക്കുന്നു എന്നൊന്നും അമ്മയും സ്വന്തം മോളാണെന്ന് അച്ഛനും നോക്കിയില്ല. വല്ല ആക്രിക്കാർക്കും കൊടുത്തുകളയും. എന്തിനാ ചുമ്മാ ചോദിച്ചു വാങ്ങുന്നത്? കോളേജിലെ മെസ്സിൽ പോയി വല്ലതും വെട്ടി വിഴുങ്ങുക, അതാണല്ലോ മെയിൻ ഹോബി. പക്ഷേ ഇന്നത്തെ ഓട്ടത്തിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്നാണ് ഫ്രഷേഴ്സ് ഡേ. ജൂനിയേഴ്സിന്റെ രംഗപ്രവേശനവും എന്റെ പട്ടി ഷോയും. ഞാൻ BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ ആണ്. അതുകൊണ്ട് തന്നെ വരുന്ന ജൂനിയേഴ്സ് പിള്ളേരെ റാഗിങ് ചെയ്യാമെന്ന ഒരേ ഒരു സന്തോഷത്തിലാണ് ഇപ്പൊ ഈ കാവടി തുള്ളി പോയത്. ഹൈ ഹൈ. ആ, കാവടി തുള്ളി പോകുന്നതാ ട്രാജഡി ആവാണ്ടിരുന്നാ മതിയായിരുന്നു. ഇനി ഈ അമ്മുവിന്റെ കളി അങ്ങ് മടപ്പള്ളി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ. മടപ്പള്ളി കോളേജ് പച്ചയുടെ നെറ്റിയിൽ വെളിച്ചം പൊഴിക്കാനെത്തുന്ന ഒരു ശാന്തമായ പഠന മന്ദിരം. കാറ്റിൽ ചലിക്കുന്ന പഴയ വൃക്ഷങ്ങൾ, ഇടവഴികളിൽ മുഴങ്ങുന്ന വിദ്യാർത്ഥികളുടെ ചിരി, അകലത്തിൽ കേൾക്കുന്ന ബെൽ ശബ്ദം എല്ലാം ചേർന്ന് ലളിതമായെങ്കിലും സ്നേഹത്തോടെ നിറഞ്ഞ ക്യാമ്പസിനെ സൃഷ്ടിക്കുന്നു. സായാഹ്നത്തിന്റെ സൂര്യപ്രകാശം കെട്ടിടത്തിന്റെ ചുമര് തൊട്ട് പൊൻതൂവലായി വീഴുമ്പോൾ കോളേജ് സ്വന്തം ആത്മാവിൽ ശാന്തമായി ശ്വസിക്കുന്നത് പോലെ തോന്നി. കോളേജ് ഗേറ്റ് തുറന്ന് അകത്ത് കടന്ന നിമിഷം കാറ്റൽപ്പം എന്റെ പക്ഷത്തേക്ക് വീശുന്ന പോലെ തോന്നി എനിക്ക്. ഗേറ്റിൽ നിന്ന് നേരെ നടന്നു പോകുമ്പോൾ കണ്ടു വൃക്ഷനീളുകൾക്കിടയിൽ നിന്ന് എത്തി നോക്കുന്ന പാർക്കിംഗ് ഏരിയ. ബൈക്കുകളുടെ തണുത്ത ലോഹമണം, ചെറുചിരികളുടെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടരുടെയും കലർന്ന ശബ്ദം കാതിൽ ഓടിയെത്തി. അതിൽ ആദ്യം പതിഞ്ഞത് എന്റെ ചങ്കായ നയനുമ്മയുടെ തന്നെ ആയിരുന്നു. ചെറുചിരിയൊന്നുമല്ല, നല്ല ഒന്നാന്തരം ശ്ലോകം. ഡി പറട്ടെ, എവിടെയായിരുന്നു ഡി പട്ടി? ഗേറ്റ് തുറന്നു വന്ന എന്റെ നിഴൽവട്ടം കണ്ടയുടനെ നിതിന്റെ ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങിയായിരുന്നു അവളുടെ ശ്ലോകം. ഹൈ ശിവ ശിവ. നിതിനാണെങ്കിൽ ആകാശത്തുകൂടി പോകുന്ന കാക്കയുടെ എണ്ണെടുക്കുന്ന തിരക്കിലായോണ്ടാണെന്ന് തോന്നുന്നു അവളുടെ ശ്ലോകം കേട്ട് ബൈക്കിൽ നിന്ന് വീഴാൻ പോയി. അഞ്ചുമായ നഞ്ചന ചെവിയിൽ വിരലിട്ട് കറക്കുന്നുണ്ട്. പോകുന്ന പെൺപിള്ളേരെ നോക്കി വെള്ളമിറക്കുന്ന ആൽബി ഞെട്ടി പണ്ടാരടങ്ങി. അയ്യവ. മനു എന്ന മാനവ് പിന്നെ കയ്യിലെ വടയും ചായയും കുടിക്കുന്ന തിരക്കിലായോണ്ട് പാവ ഒന്നും കേട്ടതേ ഇല്ല. ഓ, ഇന്നത്തെ വട പൊളിച്ചു കിട്ടാവും. എന്നാൽ ഇടക്കൊന്ന് നോക്കി ഈ ബാസന്തിയെ പോലെ. ഇതൊക്കെയാണ് എൻ്റെ ഗ്യാങ്സ്. തലക്കാലത്ത് തലച്ചോറല്ല പൊതിച്ചോറാണെന്ന് കരക്കമ്പിയുള്ള ഞങ്ങൾ 5 പേര്. ഞാൻ നടന്നു വന്ന് നല്ല സിനിമാ സ്റ്റൈൽ ബാഗ് നയനുമ്മയുടെ നേരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങി. ഒന്നും പറയണ എൻ്റെ പിള്ളേരെ. ആ, എങ്കിൽ പിന്നെ പറയണ്ട. നയനുമ്മയാണ്. ഇവളെ കൊണ്ട് മിണ്ടായിരിക്കട്ടി ശാമേ, ഞാൻ പറയട്ടെ. ആ, എങ്കിൽ പറഞ്ഞു. വീട്ടിൽ നിന്നൊരു യുദ്ധമായിരുന്നു മോളെ. യുദ്ധോ? അഞ്ചുമ്മ സംശയത്തോടെ ചോദിച്ചു. യെസ്, പോരാളിയും ഞാനും അച്ഛനും തമ്മിൽ. ഓ, അതായിരുന്നു. ഇത് സ്ഥിരമുള്ളതല്ലേ, ഇതിലെന്തോ അത്ര പുതുമയുള്ളു. നിതിനാണ്. അതൊക്കെ അങ്ങനെ തന്നെ ഡേയ്. പക്ഷെ ഇന്ന് യുദ്ധത്തിൽ ചെറുതായിട്ട് പണിയൊന്നു പാളി. എന്തുവാടേ? തെളിച്ചു പറയാൻ പറഞ്ഞേ.
എന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ആൽബി പറഞ്ഞു. ഞാൻ വള്ളി ഉള്ളി തെറ്റാതെ അങ്ങ് വിവരിച്ചു കൊടുത്തു. അതോടെ ബാക്കി 4 വാ പൊളിച്ചെന്ന് പോയി. എന്റെ കുന്നംപുറത്തപ്പ 4നെയും കാറ്റ് പോയോ? ഡേയ് ഡേയ്, ഞാൻ 4നെയും തട്ടി വിളിച്ചു. എന്താ? ആൽബിയാണോ? ഒന്നുമില്ല, നിങ്ങൾക്കൊന്നുമില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീയൊന്നും കേട്ടിട്ടില്ല. എല്ലാം മായിച്ചാളാ പറഞ്ഞു കഴിഞ്ഞ അതേ സമയം തന്നെയാണ് ഏതൊരു പട്ടിയല്ലേ ആ മോങ്ങുന്നത്. പട്ടി മോങ്ങും പോലെ ഒരു ശബ്ദം. എടി അഞ്ചുമ്മേ, ഇവിടെ ഏതൊരു പട്ടി പറ്റിയടപ്പുണ്ടോ? ഒരു മോങ്ങല്. ആ ശരിയാണ് നന്ദുമ്മ, അതിനിത് കന്നിമാസമല്ലല്ലോ. ഞാനും അഞ്ചുമ്മയും നയനമ്മയും ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. കന്നിമാസായാലും പട്ടി പ്രസവിക്കുള്ളൂ. എന്തേ മേടമാസത്തിൽ പ്രസവിച്ച പട്ടിക്ക് പൊളിക്കുവോ? ആൽബിയുടെ കമന്റ്. ആ നീ പട്ടിയോട് ചോദിക്കടാ മരപ്പട്ടി. നയനുമ്മ ഓൺ ടെറർ മൂഡ്. എന്തിനാ ചോദിക്കുന്നത്? എന്റെ അടുത്തേക്കുമല്ലേ ഒരു പെൺപട്ടി. പെൺപട്ടി നിന്റെ ഒന്ന് നിർത്തുന്നുണ്ട്. രണ്ടും പട്ടിയും പൂച്ചയൊന്നുമില്ല. ദിനോസറിന് കൊക്കപ്പുഴയിലുണ്ടായ ഒരുത്തിനില്ലേ മനു, അതെണ്ടി മോങ്ങുന്ന. ആൽബിയുടെയും നയനമ്മയുടെയും വഴക്ക് സഹിക്കാൻ വയ്യാതെ നിതിൻ അലറി പറഞ്ഞു. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ മനുവിന്റെ നേർക്കായി. വീണ്ടും മോങ്ങിയാണ്. ഞങ്ങൾ 4 പേർ നോക്കി പല്ലടിച്ച് പൊട്ടിച്ച്. ശാവം. നിതിന്റെ അലർച്ച. എന്തിനാണ് ഇങ്ങനെ പട്ടിയെ പോലെ മോങ്ങുന്നത്? ഈ ദുഷ്ടന്റെ ശ്രീജമ്മയുടെ നാണ്ടുപിടിച്ചില്ലേ, എനിക്കിനി ആര് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി തരും? എനിക്ക് നേരെ ചൂണ്ടി മനു പറഞ്ഞു നിർത്തിയതും ഞങ്ങൾ 4 അയ്യേ എന്ന എക്സ്പ്രഷൻ ഇട്ട് മനുവിനെ നോക്കി പേടിപ്പിച്ചു. പ്രത്യേകിച്ച് ഞാൻ പേടിക്കാനുള്ള ബുദ്ധിയില്ലാത്തോണ്ട് അവനൊട്ടും പേടിച്ചുമില്ല. എന്റെ കുന്നംപുറത്തപ്പ അതങ്ങനെയൊന്ന്. പരസ്പരം ചളി പറഞ്ഞു കത്തിവെച്ചും ഇന്നത്തെ ഞങ്ങളുടെ ഡ്യൂട്ടി പാർക്കിംഗ് ഏരിയയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വെച്ച് കത്തിയടിച്ചതിനും പഠിപ്പിക്കാമെന്ന ദേവാനന്ദൻ മാഷിനെ കമന്റ് അടിച്ചതിനും പ്രിൻസിയുടെ ചെറിയൊരു പണിഷ്മെന്റ് ആണ് ഇന്നത്തെ പാർക്കിംഗ് ഏരിയ. ഫ്രഷേഴ്സ് ഡേയിൽ വരുന്ന ജൂനിയേഴ്സിനെ ഗൈഡ് ചെയ്യുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ച് വരുന്ന സ്റ്റുഡൻസിനെ അവർക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുക എന്ന ഡ്യൂട്ടി. പക്ഷേ പ്രിൻസിക്ക് അറിയില്ലല്ലോ കള്ളന്മാരുടെ കയ്യിലാണ് താക്കോല് കൊടുത്തതെന്ന്. ഞങ്ങൾക്ക് വെറും ദുരുദ്ദേശം മാത്രം. വരുന്ന ഓരോ സ്റ്റുഡൻസിനെയും റാഗിങ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞു വിടുക. അല്ല പിന്നെ ഞങ്ങളോട് കളി. എക്സ്ക്യൂസ് മീ, വേർ ഇസ് ദി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്? പരസ്പരം സംസാരിച്ച് കത്തിയടിച്ച് നിന്നപ്പോഴായിരുന്നു പിന്നിൽ നിന്നൊരു ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം എന്റെ കാതിൽ പതിഞ്ഞത്. അതും ഇംഗ്ലീഷിൽ. ഉണർന്നില്ല എന്റെ ഉള്ളിലെ മലയാളി. കാര്യം ഞാൻ BA ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ പൊതുവെ കണ്ണിന് പിടിക്കില്ല. അപ്പോഴാ ഒരുത്തൻ ഇംഗ്ലീഷ് പറയവനാര് സായിപ്പിന്റെ മോനോ? ദേഷ്യത്തിൽ തിരിഞ്ഞോക്കി ഞാനൊരു നിമിഷം ശ്വാസം പിടിച്ചങ്ങനെ നിന്നുപോയി. കറുത്ത ഷർട്ടിൽ ഉറച്ച ശരീരത്തോടു കൂടി ഒരുവൻ, ഇളറോസ് ചുണ്ടുകൾ, കുഞ്ഞി കണ്ണുകൾ, നെറ്റിയിലേക്ക് പാറി വീണ മുഴിഴകൾ, ഷർട്ട് ഇൻസൈഡ് ചെയ്ത് കയ്യിലൊരു ബുക്കും പിടിച്ച് നിൽക്കുന്നു. ആഹാ, കാണാൻ തന്നെ എന്താ ഒരു ചേല്. കണ്ണുകൾ പിൻവലിക്കാനേ തോന്നിയില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ ചോദിച്ചില്ലെന്നുണ്ടോ? വീണ്ടും കർണപടത്തിൽ അടിച്ച അവന്റെ ശബ്ദത്തിലാണ് എനിക്ക് ബോധമുദിച്ച്. അയ്യേ എന്റെ കുന്നുംപുറത്തപ്പം ഞാൻ ഇത്രയും സമയം ഇയാളുടെ വായി നോക്കിയായിരുന്നു. മോശട്ടോ, ഭയങ്കര മോശം, വളരെ മോശം. എന്താ വെച്ച് അവന് വായി നോക്കാതെയാണ് പുറത്തു കാട്ടാത്ത വിധത്തിൽ ഞാൻ അവനോട് ചോദിച്ചു, ഈ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന്. ഓ അപ്പൊ സായിപ്പല്ല, മലയാളം അറിയാം. നേരെ കാണുന്ന യെല്ലോ പെയിന്റ് അടിച്ച ബിൽഡിങ്ങാ. താങ്ക്സ്. അതെ, അങ്ങനെ പോവാൻ വരട്ടെ. പോവാൻ നേരെ തടഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതും ചോദ്യഭാഗത്തോടെ അവൻ എന്നെ ഒരു നോട്ടം നോക്കി. മോനെ കണ്ടിട്ട് ജൂനിയർ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. അതിന് അല്ല, ഇത്തിരി ബഹുമാനൊക്കെ വേണ്ട മോനെ, അത് മാത്രമാണോ? വരുന്ന എല്ലാ ജൂനിയേഴ്സിനും ഞങ്ങൾ സീനിയേഴ്സ് ഓരോ പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മോനും ആ പണിഷ്മെന്റ് വാങ്ങിയിട്ട് ക്ലാസ്സിലേക്ക് പോയാൽ മതി. അവന്റെ ഷർട്ടിന്റെ കോളർ നിവൃത്തിയും അയച്ചും ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓഹോ, അപ്പൊ റാഗിംഗ് ആണ് ഉദ്ദേശമല്ലേ? ഒന്ന് ഊറിച്ചിരിച്ച് മനസ്സിൽ ചിന്തിച്ച ശേഷം അമ്മുവിന്റെ മുഖത്തേക്ക് നോക്കി സമ്മതമെന്നോണം ഒരു താളത്തിൽ തലവുലുക്കിയവൻ. എന്റെ കണ്ണിൽ പൂത്തിരി കത്തി. ഗുഡ് ബോയ്, പിള്ളേരായി ഇങ്ങനെ വേണം എന്നും പറഞ്ഞ അവന്റെ തോളിൽ 2 തട്ട്. ജീവിതത്തിൽ ആദ്യമായി ഒരു പെൺകൈ അവന്റെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ കോപത്തിന്റെ അഗ്നി അവന്റെ ശരീരത്തിൽ ആളിപ്പടർന്നു. കണ്ണുകൾ പെട്ടെന്ന് ചുവപ്പിൽ മുങ്ങി. ദേഷ്യം മലയടിച്ചുയർന്നു വന്നു, മുഴുകുന്ന കടല് പോലെ. എങ്കിലും സംയമനം പാലിച്ച് ദേഷ്യം കടിച്ചമർത്തി നിന്നവൻ സാഹചര്യം എന്നൊരേ ഒരു കാരണത്താൽ. ഇല്ലായിരുന്നെങ്കിൽ ഇവളെ ചുമരിൽ തൂക്കിയേനെ. അവന്റെ തോളിൽ 2 തട്ടും തട്ടി കൂട്ടുകാരെ വിളിക്കാൻ പോയ അമ്മു പാതി വഴിയിൽ വിളി നിർത്തി നോക്കുമ്പോൾ അതാ 4 എണ്ണം അവിടെ. അഞ്ജു, നയന, മനു, ആൽബി. നിതിൻ വാ പൊളിച്ച് നിൽക്കുകയാണ്. അമ്മാതിരി ഒരു ഐറ്റോലെ മുന്നിൽ വന്ന് ഇന്ന് പാവം അതിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല പിള്ളേർക്ക്. എന്റെ കുന്നംപുറത്തപ്പ ഉള്ള വില കളയും ഇതുങ്ങള്. തന്റെ അരികിൽ നിൽക്കുന്നവനോട്, അതെ 1 മിനിറ്റ്,
എന്നും പറഞ്ഞ ചവിട്ടി തുള്ളിപ്പോയി നാലിനെ കാല് നോക്കി ഓരോ ചവിട്ട് കൊടുത്തു ഞാൻ. അയ്യോ നിധി, എന്റെ കർത്താവേ. ആൽബിൻ, എന്റെ അമ്മോ. മനു, അഞ്ജുവാന്റെ നയന കാറി കൂവി. മിണ്ടാതിരി പട്ടികളെ, മനുഷ്യനെ നാണം കെടുത്തായി. അതിന് നീ എന്തിനാണ് ഞങ്ങളെ ചവിട്ടിയത്? നിതിൻ ചോദിച്ചു. ചവിട്ടാ പിന്നെ ഒന്ന് സംസാരിച്ചു വന്ന് അവന് പണിയെടുക്കാൻ നോക്കുമ്പോ നീയൊക്കെ ഇവിടെ വാ തുറന്ന് അവന് വായി നോക്കിന്ന ഞാൻ കെട്ടിപ്പിടിച്ച് പിന്നെ ഉമ്മ തരണോ? ഞാൻ പറഞ്ഞതും 4:32 പല്ലും കാട്ടി എളിച്ച്. എന്റെ കിനി വായിങ്ങോട്ട്. അങ്ങനെ അഞ്ചും കൂടി അവന്റെ അടുത്തേക്ക് പോയി. അവനവരെ കണ്ണിൽ ഒളിപ്പിച്ച കോപത്തോടെ നോക്കുന്നുണ്ട്. നോക്കൂ, ചേച്ചിമാരും ചേട്ടന്മാരും മോനൊരു പണി തരാം. നിതിനെ, നീ തന്നെ പറ, എന്ത് പണിഷ്മെന്റ് അവന് കൊടുക്കുക? ഇവനെ നമുക്ക് 2 തവണ ഈ ഗ്രൗണ്ടിൽ ഓടിപ്പിക്കാം, നിതിൻ പറഞ്ഞു. അത് വേണ്ടോ, നമുക്ക് ഇവനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാം. നയനുമയും അവളുടെ ഭാഗം പറഞ്ഞു. ഏയ് അത് വേണ്ട, അതിലൊരു ത്രില്ലില്ല. പിന്നെ ഇവനെ നമുക്ക് നാഗവല്ലിയാക്കാം. അഞ്ജുമ, നിന്റെ കയ്യിൽ സാരിയില്ലേ, പോയി എടുത്തോണ്ട് വാ. അവസാന തീരുമാനം പോലെ ഞാൻ പറഞ്ഞതും എല്ലാവരുടെയും ഉള്ളിൽ പൂത്തിരി കത്തി. എന്നാൽ ഇതെല്ലാം കേട്ട് മുന്നിൽ നിൽക്കുന്ന അവന്റെ മനസ്സിൽ എന്നെ പച്ചക്കത്തിക്കാനുള്ള തീയായിരുന്നു ഉണ്ടായിരുന്നു. അഞ്ചു ഓടിപ്പോയൊരു സാരി എടുത്തു വന്നു. പിന്നെ എല്ലാം ഷടവിടെ എന്ന് പറയും പോലെ ഞാൻ തന്നെ മുന്നോട്ട് വന്ന് അവനെ സാരി ഉടുപ്പിച്ചു. പിങ്ക് കളറിൽ ഫ്ലവർ വർക്കുള്ള ഒരു സാരി ആയിരുന്നു കൊടുത്ത്. ആഹാ, അടിപൊളി അല്ലേ പിള്ളേരെ, എന്താ ഒരു ലുക്ക്. ഞാൻ അവനെ ഒന്ന് ഒഴിഞ്ഞു നോക്കി പറഞ്ഞു. അഞ്ജുവും മനുവും നയനയും ആൽബിയും ഇതിനും സൂപ്പർ എന്ന് ആക്ഷൻ കാണിച്ച് വാമൂടി ചിരിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ തുടങ്ങിക്കോ, ഞങ്ങൾ പാട്ട് പാടും, നീ അതിനനുസരിച്ച് ഓട് വെച്ചോണം, കേട്ടല്ലോ. അവൻ തലവുലുക്കി. റെഡി, 1 2 3. എടി അമ്മു, 1 മിനിറ്റ്, അതിനു മുമ്പ് ബാക്കി സ്റ്റുഡൻസ് കൂടി ഇങ്ങോട്ട് വിളിക്കണം, മനു പറഞ്ഞു. ബുദ്ധി ഇത്തിരി കുറവാണെങ്കിൽ ഇപ്പോൾ അവൻ എനിക്ക് പൊന്നപ്പൻ. അത് ശരിയാ, ഞാൻ ഓർത്തില്ല, നീ പോയി വിളിക്ക്. മനു ഓടിപ്പോയി കോളേജിലെ എല്ലാ പിള്ളേരെയും, എന്തിനു പറയുന്നു, പ്രിൻസിയെ വരെ വിളിച്ചുകൊണ്ട് വന്നു. മിടുക്കൻ. പട്ടി, കുട്ടികളെ വിളിക്കാൻ പറഞ്ഞിട്ട് നീ എന്താണ് തെണ്ടി പ്രിൻസിയെ വിളിച്ചോണ്ട് വന്ന്? അവന് കേൾക്കാനായി ഞാൻ ചെവിയിൽ ചോദിച്ചു. അത് പിന്നെ ഒരു രസം, വെറുതെ രസം. രസമല്ല, സാമ്പാർ, ഞാൻ പറഞ്ഞു. മനു നന്നായി വിളിച്ചു കാണിച്ചു. ശവം. പ്രിൻസിയാണേൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽപ്പുണ്ട്. അതിന് കാരണം മുന്നിൽ സാരി ഉടുത്ത് നിൽക്കുന്നവൻ തന്നെ. മറ്റു ലെക്ചേഴ്സിനും സെയിം അവസ്ഥ. പ്രിൻസി എന്തോ പറഞ്ഞ് മുന്നോട്ട് വരാൻ നോക്കിയതും മുന്നിൽ നിൽക്കുന്നവൻ കോപത്തോടൊരു നോട്ടം കൊണ്ട് അദ്ദേഹത്തെ വിലക്കി. അതോടെ അയാൾ മെല്ലെ പിന്നിലേക്ക് വലിഞ്ഞു. എല്ലാവരും വന്നല്ലോ, അപ്പൊ തുടങ്ങാം. ഗൈസ്, ഇന്നിവിടെ നടക്കാൻ പോകുന്ന മണിച്ചിത്രത്തായിലെ കോളേജ് ഗ്രൗണ്ട് സീനാണ്. കലാകാരൻ നമ്മുടെ സ്വന്തം ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. എല്ലാവരും നിറഞ്ഞ കൈയടി കൊടുത്ത് ഈ വളർന്നു വരുന്ന കലാകാരനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവന്റെ കയ്യിൽ പിടിച്ച് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും കൈയടിച്ചു. അപമാനം, കൊടിയ അപമാനം, നീ ഇതിനെ അനുഭവിക്കും. ആ സമയം ആള് നോക്കി അവൻ മനസ്സിൽ മുരണ്ടുകൊണ്ടിരുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഞാൻ തൊണ്ടയിലെ കിച്ചി കിച്ചി മാറ്റി പാടി തുടങ്ങിയതും അവൻ തന്നെ നൃത്തച്ചുവടുകൾ തുടങ്ങി. ഒരു നർത്തകിയെ പോലെ ചെയ്യാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചുവട് വെച്ച് വന്നപ്പോൾ ശകുന്തളയെ പോലെ ആയി പോയി. തോം തോം തോം. ഞാൻ പാടി നിർത്തിയ നിമിഷം തന്നെ അവനെടുത്ത സാരി ഫുൾ അഴിഞ്ഞു പോയി. ഇത് കണ്ട കുട്ടികളെല്ലാവരും എന്നെ കളിയാക്കിയും കമന്റ് പറഞ്ഞ് ആനന്ദം കണ്ടെത്തിയപ്പോൾ പ്രിൻസിക്കും മറ്റു ടീച്ചേഴ്സിനും ഭയമായിരുന്നു. അപമാന ഭാരത്തിൽ നിൽക്കുന്നവന്റെ പ്രതികരണമോർത്ത്. അതേസമയം അവന്റെ കണ്ണുകൾ മുൻപത്തേതിലും ചുവന്നു വന്നു. കയ്യിലെയും നെറ്റിയിലെയും ഞരമ്പ് പോലും പൊങ്ങിയിരുന്നു. ഇനി അവിടെ നിന്നാൽ തന്റെ ക്രോധം അതിന്റെ പിടിവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം താഴെ കിടന്ന സാരി കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കാറ്റുപോലെ അവൻ പോയത്. ആ പോക്ക് പോയ ആളെ പിന്നീട് കണ്ടത് ഫ്രീ ടൈമിൽ മെസ്സിൽ വെച്ചായിരുന്നു. അന്ന് ഞാൻ ഒത്തിരി ചൊറിഞ്ഞ് പുള്ളിക്കാരനെ. കയ്യിലൊരു ബുക്കും പിടിച്ച് നടന്നു വരികയായിരുന്നു അവൻ. എതിരെ വന്ന എന്നെ കണ്ടില്ല, ഞാൻ അവനെയും. എന്റെ കയ്യിൽ ചായയും വായിൽ പരിപ്പോടയും ഉണ്ടായിരുന്നു. നടന്നു വന്ന് ഞങ്ങൾ രണ്ടും കൂട്ടിയിടിച്ചപ്പോൾ എന്റെ കയ്യിലെ ചായ അവന്റെ വൃത്തിയിലും വെടിപ്പിലും സൂക്ഷിച്ച ഷർട്ടിൽ വീണു. അന്നാണ് ആദ്യമായി അവന്റെ ദേഷ്യം ഞാൻ നേരിൽ കണ്ടത്. നിന്റെ മൊത്തം തടി കണ്ണില്ലേ? ചായ വീണ ഷർട്ട് തുടച്ചുകൊണ്ട് എന്നോട് ചീറ്റുമ്പോൾ ആ കണ്ണിൽ നിറഞ്ഞാടിയ ദേഷ്യം, അതിന്റെ തീവ്രതയിൽ ഒരു നിമിഷം ഞാൻ വെന്തുരുകിപ്പോയി. വീണ്ടും മറച്ച. പക്ഷെ ഞാൻ വിട്ടെടുക്കുകയോ? ഞാനും തുടങ്ങി. തനിക്കെന്താടോ കണ്ണില്ലേ? മെസ്സാവുമ്പോ കൂട്ടിയെന്ന് മുട്ടിയെന്നൊക്കെ ഇരിക്കും, അതിനിക്കിടന്ന് ചാരണ്ട കേട്ടോ. നിർത്തടി, ഏടാ പോടാ നോക്ക്, നിന്റെ വാലുകൾ വിളിക്കുക. എന്നെ വിളിച്ച് അടിച്ച് കയറണ പോകും ഞാൻ. വെറും ജൂനിയറായ നിനക്ക് എന്റെ നേരെ നാവുകളെ ധൈര്യക്കായോ? നിന്നെ ഞാൻ. അതും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി നിതിന്റെ കൈയുള്ള ചായ തട്ടിപ്പറിച്ച് അവന്റെ മുഖത്തേക്ക് വീശി ഒഴിച്ചു. അതും നല്ല ചൂട് ചായ. ഒഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ദേ പോണ നിലത്തേക്ക്. ഒരു പകപ്പോടെ മുന്നിലേക്ക് നോക്കി ഞാൻ കാണുന്നത് കൈ കുടഞ്ഞെന്നെ രൂക്ഷമായി നോക്കുന്ന അവനെയാണ്. അപ്പോഴാണ് എനിക്ക് കാര്യം കത്തിയത്. അവനെന്നെ തല്ലിയിരിക്കുന്നു, അതും മെസ്സിലെ ഇത്രയും ആളുകൾക്ക് മുമ്പിൽ വെച്ച്.
സഹിക്കും എനിക്ക്. എന്റെ ഉള്ളിലെ ഭദ്രകാളി ഉണർന്നു. ചാടി എഴുന്നേറ്റ് അവന്റെ ഷർട്ടിന്റെ കോളിൽ കുത്തിപ്പിടിച്ചെലറി. ഡാ, നീ എന്നെ തല്ലുവല്ലേ? നിനക്ക് ഈ അമ്മു എന്ന നന്ദനെ ശരിക്കും അറിയില്ല. നിനക്കും അറിയില്ലടി. ഈ കാശിനാഥൻ ആരാണെന്ന്. പരസ്പരം പോരുവഴികൾ പോലെ നിൽക്കുന്ന ഞങ്ങളെ കണ്ടുകൊണ്ടാണ് പ്രിൻസിയും മറ്റു ടീച്ചേഴ്സും അങ്ങോട്ട് വന്നത്. ഏയ് കുട്ടി എന്താ ആഭാസാണ് ഈ കാണിക്കുന്നത്? അതേത് വിടൂ, പ്രിൻസിനോട് പറഞ്ഞു. ഞാനല്ല സർ, ഇവനോ? എന്ത് മണ്ടത്തിലാണ് കുട്ടി പറയുന്നത്? ഞാനിന്ന് മണ്ടത്തരം പറഞ്ഞു. സീനിയറിനെ ബഹുമാനിക്കാൻ പഠിക്കാതെ ജൂനിയറാ ഇവനാണോ നല്ല പിള്ള? ജൂനിയറോ? കുട്ടി ഇയാൾ ഈ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ലെക്ചറാണ്, കാശിനാഥൻ. ആ എന്താ ലെക്ചറർ? പ്രിൻസിയുടെ വാക്കുകൾ കേട്ടതും എന്റെ കാതുകളിൽ അന്ന് ഒരു 200 ചെണ്ടുകൾ ഒന്നിച്ചു കൂട്ടുന്ന പോലെയാണ് തോന്നിയത്. ഉള്ളിലൊരു മിന്നൽ പിണർ പാഞ്ഞു. അമ്മോ, നീ വെട്ടിയ കുഴിയിൽ നീ തന്നെ വീണല്ലോടി എന്ന് മനസ്സ് മന്ത്രിച്ചു. ആ നിമിഷം എന്റെ ബോധം ലാൻഡ് ചെയ്യാൻ സ്ഥലം കിട്ടാതെ അന്തരീക്ഷത്തിൽ വട്ടം കറങ്ങി നിന്നു. ഒരു ലെക്ചറെയാണല്ലോ ഞാൻ ഇത്രയും നേരം പുല്ലുപോലെ കരുതി പരിഹസിച്ചെന്ന് ഓർത്തപ്പോൾ ഉണ്ടായ ആ ഗ്ലോബൽ ചമ്മൽ വിവരിക്കാൻ മലയാളത്തിൽ ഒരു നിഘണ്ടുവും പോരാതെ വരും. പക്ഷെ ആ ചമ്മൽ ഇപ്പൊ പുറത്ത് കാണിച്ചാ പിന്നെ ഈ അമ്മൂനി ക്യാമ്പസിൽ നിലനിൽപ്പില്ലല്ലോ. അതുകൊണ്ട് തകർന്നടിഞ്ഞ ആത്മവിശ്വാസം കഷ്ടപ്പെട്ട് ഒട്ടിച്ചേർത്ത് ഞാൻ പഴയ ആ കുറുമ്പി വേഷം വീണ്ടും കെട്ടി. പിന്നീട് അങ്ങോട്ട് നടന്ന് ഹോളിവുഡ് ലെവൽ പോരാട്ടമായിരുന്നു. ക്ലാസ്സിൽ കയറുമ്പോൾ പുള്ളി ഒരു പുലിയാണെങ്കിൽ ഞാൻ ആ പുലിയുടെ മടയിൽ ചെന്ന് വാൽ പിടിച്ചു വലിക്കുന്ന കുറുമ്പിയായി. ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുന്നതിൽ പോലും ഒരു പരിഹാസത്തിന്റെ ട്യൂൺ സെറ്റ് ചെയ്യാൻ എനിക്ക് പ്രത്യേക കഴിവായിരുന്നു. ദേഷ്യം മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ താൻ പഠിപ്പിക്കുന്ന കുട്ടിയാണെന്ന കാര്യം പുള്ളി എന്റെ പ്രൊഫസറാണെന്ന കാര്യം ഞാനും സൗകര്യപൂർവ്വം മറന്നുകളയും. അങ്ങനെ ഇരിക്കെ പതിയെ പോലൊരു ദിവസം ക്യാമ്പസ് മെസ്സിലെ ചായയുടെ മണവും കുട്ടികളുടെ ബഹളം കൂടിച്ചേർന്ന അന്തരീക്ഷത്തിൽ ഞാനും എന്റെ പടയാളികളും അവിടെ ഇരുന്ന് ചായയും പരിപ്പോടയും അകത്താക്കുമ്പോഴാണ് സാക്ഷാൽ കാലനാഥൻ കാശി സാറും പുള്ളിയുടെ വലം കൈയായ നന്ദൻ സാറും സ്റ്റൈലായി നടന്നു വന്ന് തൊട്ടടുത്ത ടേബിളിരുന്ന്. ആ ഒരു ഇരിക്കേണ്ട താമസം ദിനേശ് ചേട്ടൻ അവർക്കുള്ള ചായ ടേബിളിൽ വെച്ചു. കാശി സാറിന്റെ മുഖത്ത് അന്നൊരു പ്രത്യേക ഗമയുണ്ടായിരുന്നു. നന്ദൻ സാറുമായി പുള്ളി ഭയങ്കര ചർച്ചയിലാണ്. അവരറിയുന്നില്ല തൊട്ടടുത്തൊരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. കാശി സാറ് നന്ദൻ സാറുമായുള്ള സംഭാഷണത്തിൽ ലയിച്ചിരിക്കുന്ന നേരം കയ്യിലുള്ള ചായ മടമടാന്ന് കുടിച്ച് ഞാൻ പതുക്കെ എഴുന്നേറ്റു. വളരെ സ്വാഭാവികമായി അവരുടെ ടേബിളിനടുത്തുകൂടെ നടന്നു. കയ്യിൽ കരുതിയിരുന്ന ഒരു കുപ്പി കടുത്ത വെള്ളം ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നുകൊണ്ട് അതീവ ജാഗ്രതയോടെ കണ്ണൻ ചെന്ന വേഗതയിൽ അങ്ങേരുടെ ചായക്കപ്പിലേക്ക് ഹോമിച്ചു. ചുറ്റുമിരുന്ന് എന്റെ കൂട്ടുകാർ ശ്വാസം അടക്കി പിടിച്ചു. ഇന്ന് കാലനാഥൻ കടൽ വെള്ളം കുടിക്കും. ഞാൻ ഒന്നും അറിയാത്തവളായി തിരികെ വന്ന് എന്റെ സീറ്റിലിരുന്നു. കാശി സാർ എന്റെ പ്രസംഗം അവസാനിപ്പിച്ച് വലിയൊരു ആവേശത്തോടെ ചായക്കപ്പ് കയ്യിലെടുത്തു. സത്യം പറയലോ നന്ദ, ഈ മെസ്സിലെ ചായക്കൊരു പ്രത്യേക സ്വാദ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരൊറ്റ വലിയ സിപ്പെടുത്തു കഴിഞ്ഞും പുള്ളിയുടെ മുഖം പെട്ടെന്ന് വല്ലാത്തൊരാകൃതിയിലായി. കണ്ണുകൾ പുറത്തേക്ക് തള്ളി ചെന്നിയിലെ ഞരമ്പുകൾ വീർത്തു. വിഴുങ്ങാനും വയ്യ തുപ്പാനും വയ്യ എന്ന ത്രിശങ്കു അവസ്ഥ. നന്ദൻ കാശി സാറിനോട് ചോദിച്ചു, എന്തുപറ്റി കാശി, ചായക്ക് ചൂട് കൂടുതലാണോ? നന്ദൻ സാറിന് മറുപടി എടുക്കാതെ കാശി സാർ കഷ്ടപ്പെട്ടത് വിഴുങ്ങിയിട്ട് എന്റെ നേരെ കത്തുന്ന ഒരു നോട്ടം നോക്കി. ഞാനപ്പോൾ പവനായിയെ പോലെ വളരെ നിഷ്കളങ്കമായി അങ്ങേരോട് ചോദിച്ചു, എന്താ സാറേ, ചായക്ക് പോലെ സമുദ്രഗുണം തോന്നുന്നുണ്ടോ? അത് കേട്ട് അങ്ങേരുടെ ദേഷ്യം സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടിലെ കാണികളെ പോലെ ആർത്തലച്ചതും. ആ മെസ്സിലെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് കാശി സാറിന്റെ കൈ എന്റെ കരണത്ത് പതുങ്ങി. വായിലെ പരിപ്പോടെ പോലും തെറിച്ചു പോയി. ആ ഒരു നിമിഷം പ്രപഞ്ചം മുഴുവൻ കറങ്ങുന്ന പോലെ. ചെവിയിലൊരു വലിയ മൂളൽ മാത്രം. മെസ്സിൽ ആളുണ്ടെന്നോ താനൊരു അധ്യാപകനാണെന്നോ ഉള്ള ബോധം ആ നിമിഷം കാശി സാറ് നഷ്ടപ്പെട്ടിരുന്നു. അടികൊണ്ട് കിതച്ചുകൊണ്ട് ആ കിരാതമായ മുഖഭാവത്തോടെ പുള്ളി ഒരു മാസ് ഡയലോഗ് എറിഞ്ഞു. എനിക്കിട്ട് പണിന്നോടി. ഈ കാശിനാഥന്റെ ദേഷ്യം ഒരു അഗ്നിപർവ്വതം പോലെയാ. അതെങ്ങാനും പുറത്തേക്ക് വന്നാ നിന്നെ പോലെയുള്ള കുറുമ്പി പെൺപിള്ളേർ വെണ്ണീറായി മാറും. മേലിൽ എന്റെ മുമ്പിൽ നിന്റെ ഈ അഭ്യാസങ്ങൾ എടുത്താ വായിക്കാത്ത പലിയാണില്ല കേട്ടോടി. അങ്ങേരുടെ വാക്കുകൾ അവസാനിക്കുമ്പോഴേക്കും എന്റെ കാഴ്ചകൾ മങ്ങിത്തുടങ്ങിയിരുന്നു. ആ തല്ലിന്റെ ആഘാതമാണോ അതോ ആ വാക്കുകളിലെ ക്രൂരത കൊണ്ടാണോ എന്നറിയില്ല. തലയ്ക്കുള്ളിലൊരു സ്ഫോടനം നടന്ന പോലെ. കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു. ചുറ്റുമുള്ളവരുടെ നിലവിളികൾ ദൂരെ നിന്ന പോലെ എനിക്ക് കേൾക്കാമായിരുന്നു. പുകയുന്ന കരണവും എരിയുന്ന കണ്ണുകളുമായി ഞാൻ ആ മെസ്സിന്റെ തറയിലേക്ക് വീണു. ബോധമറിയുന്ന അവസാന നിമിഷത്തിലും എന്റെ കണ്ണിൽ തെളിഞ്ഞത് കാശി സാറിന്റെ ആ കത്തുന്ന കണ്ണുകളായിരുന്നു. പിന്നെ എല്ലാം ഇരുട്ട്. ഒരു നിമിഷം കൊണ്ട് ആ കുറുമ്പിയമ്മു അബോധാവസ്ഥയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി. പിന്നീട് ഞാൻ ഉണർന്ന് 1 മണിക്കൂർ കഴിഞ്ഞാണ്. ഉണർന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നു കാശിനാഥൻ, കാലനാഥൻ, നന്ദു സാർ, എന്റെ അച്ഛൻ, ചങ്സ്, കോളേജിലെ പിള്ളേര്, പ്രിൻസി തുടങ്ങിയ എല്ലാവരും ഉണ്ട്. നടു ഒടിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. അമ്മയെ കണ്ടില്ല. എല്ലാവരും എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ട്. എന്റെ പിതാശ്രീയും കാലനാഥനും ഒഴികെ. പക്ഷെ മുഖത്ത് കട്ടക്കലിപ്പാണ്. ഐ ശുഭം.
എല്ലാവരെയും നോക്കി എഴുന്നേൽക്കാനൊരു ശ്രമം നടത്തിയപ്പോഴായിരുന്നു ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. എന്റെ ദേഹം ഒരു പുതപ്പിനുള്ളിൽ പൂർണ്ണ നഗ്നതയിലാണെന്ന്. ആ ഒരൊറ്റ നിമിഷത്തിൽ മാത്രം എന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആരെയും മുഖമുയർത്തി നോക്കാനാവാത്ത വിധം വെന്തുരുകിയതുപോലെ. മനസ്സിൽ അപ്പോഴൊരു ചോദ്യം മാത്രം, ആര്? കണ്ണുകൾ മുറുക്കി അടച്ച നേരം എന്റെ മുമ്പിൽ തെളിഞ്ഞു വന്ന കാശിനാഥന്റെ മുഖമായിരുന്നു. മെസ്സിൽ വെച്ച് നടന്ന സംഭവങ്ങളെല്ലാം ഒരു സിനിമ പോലെ മുന്നിൽ തെളിഞ്ഞ നേരം ഞാൻ കണ്ണുകൾ വലിച്ചു തുറന്ന് കത്തുന്ന കണ്ണുകളോടെ കാശിനാഥനെ നോക്കി. അവിടെ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ല. ഓൺലി പുച്ഛം. ഷർട്ടില്ല, പാന്റ് മാത്രമാണ് വേഷം. അതുകൂടെ കണ്ടതും ചുറ്റുമാറിലും ഉണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. പുതപ്പും ചുറ്റി ബെഡിൽ നിന്നിറങ്ങി അയാളുടെ അടുത്തേക്ക് നടന്നു എന്നിട്ട് ചോദിച്ചു, എന്തിനാ എന്നോട് ഇത് ചെയ്ത്? ഒരു പെണ്ണിന്റെ ആത്മാഭിമാനം പിച്ച് ചീന്തിയപ്പോ തനിക്ക് എന്ത് സുഖാണ് മിസ്റ്റർ കാശാദൻ കിട്ടിയത്? താനൊരു ലെക്ചറാണോ? അറപ്പ് തോന്നുക നിങ്ങളോട്? ഞാൻ ഓരോന്ന് ചെയ്തും പറഞ്ഞു പോയതിന് എന്നോട് പ്രതികാരം ചെയ്യാൻ ഇത്രയും ചീപ്പ് വഴിയിലൂടെ സഞ്ചരിക്കുന്ന കരുതിയില്ല. അതും തല്ലി ബോധം കെടുത്തിയിട്ട് ഇപ്പൊ സന്തോഷമായത് എനിക്ക്. എന്റെ മാനം വെച്ച് പ്രതികാരം തീർത്തപ്പോ തനിക്ക് സമാധാനമായിടോ? എന്റെ വാക്കുകൾ ആ മുറിയിൽ ഒരു പ്രകമ്പനം പോലെ പടർന്നു. ചുറ്റും നിന്നവരുടെ മുഖങ്ങളിൽ ഞെട്ടലും അവിശ്വാസവും നിഴലിച്ചു. പക്ഷേ കാശിയുടെ മുഖത്ത് അപ്പോഴും ആ പുച്ഛഭാവം തന്നെയായിരുന്നു. മിണ്ടാ നിൽക്കരുത്, മറുപടി പറയും. ഒരു മൃഗത്തെ പോലെ എന്നെ കീഴ്പ്പെടുത്തുമ്പോൾ തന്റെ ഉള്ളിലെ പകൽ തീർന്നോ? ശരീരം പങ്കുവെക്കാൻ സമ്മതം ചോദിക്കാത്തവനെ ലോകം വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ബലാത്സംഖ്യ എന്നാ. അതെ, താനൊരു റേപ്പിസ്റ്റാ. എന്റെ കണ്ണുകളിൽ നടന്നു വീണ ഓരോ തുള്ളിക്കണ്ണീരും കത്തുന്ന ലാവ് പോലെയായിരുന്നു. വിരലുകൾ കൊണ്ട് പുതപ്പ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് തകർന്നു പോയ പെണ്ണായല്ല, പകരം നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരുവളായി ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഈ മുറിയിൽ വെച്ച് താൻ കൊന്നത് എന്റെ ശരീരത്തെയല്ല കാശി സാർ, എന്റെ വിശ്വാസത്തെയും സ്വപ്നങ്ങളെയുവാ. എല്ലാവരും കാണട്ടെ, മാന്യതയുടെ മുഖം മൂടിയാണ് ഞാൻ തന്റെ യഥാർത്ഥ സ്വരൂപം. കാശിനാഥൻ പതുക്കെ തന്റെ കൈകൾ കെട്ടി എന്നെ ഒഴിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ ഒരു വന്യതയും നിഗൂഢതയും ഉണ്ടായിരുന്നു. അയാൾ ഒരടി മുന്നോട്ട് നീങ്ങിയതും ഞാൻ പിന്നോട്ട് മാറിയില്ല. പകരം ഒന്ന് അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. എന്റെ വാക്കുകൾ കേട്ട് കാശിനാഥന്റെ ചുണ്ടിലൊരു പരിഹാസ ചിരി വിരിഞ്ഞു. അവൻ പതുക്കെ ചുറ്റുന്നവരേക്കൊന്ന് കണ്ണോടിച്ചു. ആ നോട്ടം ചെന്ന് നിന്ന് ആൾക്കൂട്ടത്തിൽ വിറച്ചു നിൽക്കുന്ന രാഹുലിന്റെ നേരെയായിരുന്നു. ഒരു നിമിഷം പോലും വൈകാതെ കാശി ആഞ്ഞെടുത്ത് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് മുന്നിലേക്ക് വലിച്ചിഴച്ചു. എല്ലാവരും പകച്ചു നിൽക്കെ കാശിയുടെ ബലിഷ്ഠമായ കൈകൾ അവന്റെ മുഖത്ത് ആഞ്ഞു പതിച്ചു. ആ ഇവനാ നീ തെരയുന്ന ആ മൃഗം? കാശിനാഥൻ പറഞ്ഞു നിർത്തിയതും എന്റെ ഉള്ളിലൊരു മിന്നൽ പിണർപ്പ് പാഞ്ഞു. കാശി പതുക്കെ എന്റെ നേർക്ക് തിരിഞ്ഞ്. അയാളുടെ കണ്ണുകളിൽ ഇപ്പോൾ പുച്ഛമായിരുന്നില്ല, കത്തുന്ന ദേഷ്യമായിരുന്നു. രാഹുലിനെ ഒരു മൃഗത്തെ പോലെ തറയിലൂടെ വലിച്ചഴച്ച് എന്റെ മുന്നിൽ കൊണ്ടിട്ട് കാശി അവന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. എന്നിട്ട് കത്തുന്ന കണ്ണുകളോടെ എന്നെ നോക്കി ഗർജിച്ചു. ഞാൻ നിന്നെ റേപ്പ് ചെയ്തെന്നടി നീ പറഞ്ഞ് നോക്കടി വരാൻ. ആ രാഹുലിന്റെ മുന്നിൽ കുത്തിപ്പിടിച്ച് മുഖം ഉയർത്തിപ്പിടിച്ചു. പറയടാ, നീ എന്തിനാ ഇത് ചെയ്ത്? സത്യം പറയടാ. കാശി സാർ ചോദിച്ചും രാഹുൽ വിറച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. സർ, ഇവള് പണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ച, അതിനെ പകർക്കാൻ നോക്കിയതാ. സാറെല്ലാം നശിപ്പിച്ചു. ഫ്ലാഷ് ബാക്ക്. മെസ്സിലെ തിരക്കുകൾക്കിടയിൽ കാശിയും നന്ദൻ സാറും ഗൗരവകരമായ ചർച്ചയിലായിരുന്നു. അവർക്കിടെ ഒരു പണിയെടുക്കാനുള്ള ആവേശത്തിൽ അമ്മയോടെ ചുറ്റിപ്പറ്റിയപ്പോൾ തനിക്ക് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പകയുടെയും കാമത്തിന്റെയും വിഷം മനസ്സിൽ പേറുന്ന രാഹുൽ മെസ്സിലെ ദിനേശൻ ചേട്ടന് പണം നൽകി വിലക്കെടുത്ത ശേഷം മയക്കുമരുന്ന് കലർത്തിയ ചായ ദിനേശനെ ഏൽപ്പിച്ച് പതിയെ വലിഞ്ഞതും തന്നെ രാഹുൽ ഏൽപ്പിച്ച മരുന്ന് കലർത്തിയ ചായ ദിനേശൻ അമ്മുവിന്റെ മുന്നിലെത്തിച്ചു. കാശിയെ പ്രകോപിപ്പിക്കാനുള്ള തിടുക്കത്തിൽ ചുറ്റുമുള്ള അപകടം തിരിച്ചറിയാതെ അമ്മു ആ ചായ ഒരൊറ്റ വലിക്ക് കുടിച്ചേർത്തു. ദൂരെ നിന്ന് കാശി ഇതൊക്കെ കണ്ടെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അമ്മു കുടിച്ചുകൊണ്ടും അസ്വാഭാവികമായി ഒന്നും തോന്നാത്തതിനാലും അവൻ പിന്നെ ആ സംഭവം മൈൻഡിൽ നിന്നും അയച്ചു കളഞ്ഞു. പിന്നീട് പതിവ് പോലെ അമ്മു കാശിക്ക് പണിയൊടുക്കുകയും ക്ഷമ നശിച്ച കാശി അവിടെ കരണത്തടിക്കുകയും ഗർവോടെ മാസ് ഡയലോഗ് പറഞ്ഞ് അവൻ തിരിഞ്ഞടക്കുമ്പോഴേക്കും അമ്മുവിന്റെ ലോകം കറങ്ങാൻ തുടങ്ങിയിരുന്നു. മരുന്ന് അവിടെ രക്തത്തിൽ പടർന്നു. ബോധരഹിതയായി വീണ അമ്മുവിനെ കണ്ട് അവളുടെ കൂട്ടുകാർ പരിഭ്രാന്തരായി. ഈ അവസരം കാത്തുന്ന രാഹുൽ നന്മയുടെ മുഖം മൂടിയണിഞ്ഞ് അവിടേക്ക് പാഞ്ഞെത്തി. നിങ്ങൾ പേടിക്കണ്ട, ഞാനിവിടെ നോക്കിക്കോളാം, നിങ്ങൾ വേഗം പോയി മിസ്സിനെ വിളിച്ചുകൊണ്ടുപോവാ. അവന്റെ കപടമായ വാക്കുകൾ വിശ്വസിച്ച് കൂട്ടുകാർ ഓടി മറഞ്ഞു. അമ്മുവിനെ കൈകൾ കോരിയെടുത്ത് രാഹുൽ ലൈബ്രറിയുടെ ഇരുളിലേക്ക് നടന്നു. എന്തോ ഒരു നിമിത്തം പോലെ കാശി തിരിഞ്ഞു നോക്കി. രാഹുലിന്റെ കൈകളിൽ ചേതനയേറ്റതുപോലെ കിടക്കുന്ന അമ്മുവിനെ കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു അപായമണി മുഴങ്ങി. രാഹുൽ എന്ന ഫ്രോഡിന്റെ പഴയ ചരിത്രം അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. ഒരിക്കൽ തന്നെ ഇംഗ്ലീഷ് ക്ലാസ് മുടക്കാൻ ചായയിൽ മരുന്ന് നടത്തി അതേ കുബുത്തി. അന്ന് നൽകിയ താക്കീതുകൾ കാറ്റിൽ പറത്തി അവൻ വീണ്ടും അധപതിച്ചിരിക്കുന്നു. കാശിയുടെ രക്തം തിളച്ചു. നന്ദൻ സാറിനോട് എന്തോ സ്വകാര്യം പറഞ്ഞ് അവൻ അവർക്ക് പിന്നാലെ പാഞ്ഞു. ലൈബ്രറി മുറിയുടെ വാതിലെത്തിയ കാശി കണ്ടത് ചോര തിളക്കുന്ന കാഴ്ചയായിരുന്നു. അബോധാവസ്ഥയിലായ അമ്മുവിനെ അപമാനിക്കാൻ തുടങ്ങിയ രാഹുലിന്റെ കൈകൾക്ക് മേൽ കാശിയുടെ മുഷ്ടികൾ ഇടിമിന്നലായി പതിച്ചു. നിമിഷ നേരം കൊണ്ട് രാഹുലിനെ അവൻ നിലംപരിശാക്കി. വിധി വൈപരീതം. തകർന്നുപോയ തന്റെ അഭിമാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കാശി അവളെ സംരക്ഷിച്ചു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ബോധം തെളിഞ്ഞ അമ്മുവിന്റെ ഉള്ളിൽ ഭയവും വെറുപ്പുമായിരുന്നു. തന്റെ ഓർമ്മകൾ നിലക്കുന്നത് കാശിയുടെ ആ തല്ലിലാണ്. താൻ ബോധരഹിതയായതും ഇപ്പോൾ ഈ അവസ്ഥയിലിരിക്കുന്നതും കാശിയുടെ ക്രൂരതയാണെന്ന് അവൾ വിശ്വസിച്ചു.
തന്നെ രക്ഷിച്ച കൈകളെ അവൾ തന്നെ വേട്ടയാടാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തിന് തുടക്കമായിരുന്നു അത്. പ്രസന്റ്. നീ കുടിച്ച ചായയിലും മരുന്ന് നടത്തുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിനക്ക് തന്ന പോലെ ഒരു ഗ്ലാസ് മുമ്പ് എനിക്ക് തന്നിരുന്നുവൻ. പക്ഷേ കാശിനാഥന്റെ അത്രയൊന്നും വളർന്നിട്ടില്ല ഇവന്റെ ഒന്നും ബുദ്ധി. ഇവൻ കളത്തിയ മരുന്ന് ആ സിംഗിന്റെ ഓവുചാലോട് ഒഴുകിപ്പോന്നവൻ അറിഞ്ഞില്ല. പക്ഷെ നീയോ ആർത്തി പിടിച്ച് കുടിച്ചു. എന്നിട്ടിപ്പോ എന്റെ നേരെ വിരച്ചു കൊണ്ടുവന്നു അല്ലേടി? കാശി സാർ എന്റെ അടുത്തേക്ക് ഒരു വന്യതയോട് ആഞ്ഞെടുത്തു. ഭയം കൊണ്ട് എന്റെ ശ്വാസം നിലച്ചുപോയി. ബോധം കെട്ട് വേണം നിന്നെ ഇവൻ ഈ മുറിയിലേക്ക് എടുത്തുകൊണ്ടുവരുന്ന കണ്ടോണ്ടാ ഞാൻ പിന്നാലെ വന്ന്. ഇവൻ നിന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയായിരുന്നു. അത് കണ്ട ആ നിമിഷം തന്നെ ഞാൻ ഇവനെ പഞ്ഞിക്കിട്ടു. ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ ഇവിടെ ചിതറിക്കിടപ്പുണ്ട്. കാശിയുടെ ശബ്ദം ആ മുറിയുടെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അവന്റെ ഓരോ വാക്കും ഒരമ്പ് പോലെ എന്റെ ദേഹത്ത് തറച്ചു. ഒരു പെണ്ണിനെ തൊടണമെന്നുണ്ടെങ്കിൽ അവളുടെ സമ്മതത്തോടെ മാത്രം തൊടുന്നവനാണ് ഈ കാശിനാഥൻ. അല്ലാതെ മരുന്ന് കളത്തി ബോധം കെടുത്തി നിന്നെ പോലൊരുത്തിയുടെ നഗ്നത കണ്ട് ആസ്വദിക്കേണ്ട ഗതികേടൊന്നും ഈ കാശിനാഥനില്ല. നീ നഗ്നയാണെന്ന ബോധ്യം വന്നപ്പോ ആരെങ്കിലും കാണാതിരിക്കാൻ ആ പുതപ്പൊലിച്ചിട്ട്, കൂടാതെ എന്റെ ഷർട്ട് അഴിച്ച് പുതപ്പിനാൽ ദേഹം മറിച്ച് നിന്നെ രക്ഷിച്ച് ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ അതെ, ഞാൻ തെറ്റ് ചെയ്തു. എന്തേ? ഇനി ഒരൊറ്റ തവണയെങ്കിലും നീ എന്നെ സംശയിച്ചാ, നീ ഭയപ്പെട്ടത് എന്താണോ അത് ഞാൻ ചെയ്തിരിക്കും. അന്ന് തടയാൻ നിന്റെ ഈ കണ്ണീരിനും കഴിയില്ല. രാഹുലിനെ ചവിട്ടി മാറ്റിയിട്ട് തന്റെ ഷർട്ടും കയ്യിലെടുത്ത് കാശി കാറ്റുപോലെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ചുറ്റും നിന്നവർ മരവിച്ച് നിൽക്കെ എന്റെ ലോകം കീഴ്മേൽ മറിഞ്ഞ പോലെ എനിക്ക് തോന്നി. കാശി പോയ ആ വഴിയെ നോക്കി ഞാൻ തരിച്ചു നിന്നു. ആ വാക്കുകൾ എന്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്ന പോലെ. നീ നഗ്നയാണെന്ന ബോധ്യം വന്നപ്പോ ആരെങ്കിലും കാണാതിരിക്കാൻ ഒരു പുതപ്പൊലിച്ചിട്ട്, കൂടാതെ എന്റെ ഷർട്ട് അഴിച്ച് നിന്നെ രക്ഷിച്ച് ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ അതെ, ഞാൻ ആ തെറ്റ് ചെയ്തു. എന്തേ? ആ മുറിയിൽ അവശേഷിച്ച നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് എന്റെ ഉള്ളിലെ സങ്കടം ഒരു നിലവിളിയായി പുറത്തേക്ക് വന്നു. ചുറ്റും നിൽക്കുന്നവരെയോ എന്റെ അവസ്ഥയോ ഓർക്കാൻ ആ നിമിഷം എനിക്ക് കഴിഞ്ഞില്ല. ബെഡിൽ നിന്നിറങ്ങി ആ പുതപ്പ് ശരീരത്തോടൊന്നുകൂടി ചേർത്ത് പിടിച്ച് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അച്ഛൻ്റെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ എന്റെ ശരീരം നിയന്ത്രണമില്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. അച്ഛ, എനിക്ക് തെറ്റുപറ്റി അച്ഛ. പൊട്ടിക്കരച്ചിലിനിടയിൽ എന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. അച്ഛനൊന്നും മിണ്ടിയില്ല. പക്ഷെ ആ കൈകൾ എന്റെ തലയിൽ പതുക്കെ തലോടുന്നുണ്ടായിരുന്നു. ആ തലോടലിൽ ദേഷ്യത്തെക്കാൾ ഉപരി ഒരു മകൾക്ക് വന്ന് ഭവിച്ചേക്കാമായിരുന്ന വലിയൊരു ദുരന്തത്തിൽ നിന്നുള്ള ആശ്വാസമായിരുന്നു. ഞാൻ സാറിന് എന്തൊക്കെയാ വിളിച്ച്, എന്നിട്ടും അദ്ദേഹം എന്നെ. വാക്കുകൾ പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛന്റെ ഷർട്ടിൽ മുഖമമർത്തി ഞാൻ കൂടുതൽ കരഞ്ഞു. എന്റെ ഓരോ തുള്ളി കണ്ണീരും കാശി സാറിനോട് ചെയ്ത ക്രൂരതക്കുള്ള പ്രായശ്ചിത്തമായിരുന്നു. ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യത കൊണ്ട് ഞാൻ നശിപ്പിച്ചു കളയാൻ നോക്കിയത് എന്റെ മാന രക്ഷിച്ച ആളെയാണ്. സാരമില്ല മോളെ, മോള് കരയണ്ട. അച്ഛന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. കാശിനാഥൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ അച്ഛൻ ജീവനോടെ ഇരിക്കില്ലായിരുന്നു. അച്ഛന്റെ ആ വാക്കുകൾ എന്റെ ഉള്ളിൽ ഒരു ഇടുത്തി പോലെ പതിച്ചു. അതെ, ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ എന്റെ അച്ഛന്റെ അഭിമാനം കൂടിയാണ് അദ്ദേഹം കാത്തു സൂക്ഷിച്ചത്. ആ മുറിയിലുണ്ടായിരുന്ന എന്റെ സുഹൃത്തുക്കളും പ്രിൻസിയും എല്ലാം തലതാഴ്ത്തി നിൽക്കുകയാണ്. രാവിലെ പോലീസ് കൊണ്ടുപോകുമ്പോഴും എന്റെ മനസ്സ് ആ പഴയ മെസ്സിലെ ചായ തട്ടിമാറ്റിയ നിമിഷത്തിലായിരുന്നു. അവിടെ തുടങ്ങിയതാണല്ലോ എല്ലാം. തല്ലിയ ആ കൈകൾ തന്നെ ഇന്ന് എന്നെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് പ്രയാസം തോന്നി. കരഞ്ഞു തീർക്കാൻ മാത്രമുള്ള സങ്കടം എന്റെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഈ ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ കാൽക്കിൽ വീണെങ്കിലും എനിക്ക് മാപ്പ് ചോദിക്കണം. ആ കത്തുന്ന കണ്ണുകളിലെ പുച്ഛം മാറുന്നവരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അച്ഛന്റെ നെഞ്ചിൽ മുഖമമർത്തി ഞാൻ തേങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപ്പച്ചി എന്റെ അരികിലേക്ക് വന്ന് എന്നെ ചേർത്ത് പിടിച്ചത്. ആ സ്പർശനത്തിൽ വലിയൊരു ആശ്വാസമുണ്ടായിരുന്നെങ്കിലും എന്റെ ഉള്ളിൽ കാശി സാറിന്റെ വാക്കുകൾ കനലായി എരിയുന്നുണ്ടായിരുന്നു. മതി മോളെ, കരഞ്ഞ മതി. ഈ ആപത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി നമുക്ക്. അപ്പച്ചി എന്റെ തലയിൽ പതുക്കെ തലോടി. ആ ആശ്വാസവാക്കുകൾക്കിടയിലാണ് പെട്ടെന്ന് എന്റെ ഉള്ളിൽ ആ സംശയം മിന്നൽ പോലെ പാഞ്ഞത്. അപ്പച്ചി എങ്ങനെ ഇവിടെ എത്തി? ഞാൻ തേങ്ങലുകൾക്കിടയിൽ അപ്പച്ചിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പച്ചി എങ്ങനെ ഇവിടെ എത്തി? കാശി സാർ അച്ഛനെ വിളിച്ചാണ്, പക്ഷെ അപ്പച്ചി എങ്ങനെ ഇവിടെ എത്തി? എന്റെ ചോദ്യം കേട്ടതും അപ്പച്ചിയുടെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി. ആശ്വാസം പകർന്നുകൊണ്ടിരുന്ന ആ കൈകളൊന്ന് വിറച്ചു. അപ്പച്ചി എന്റെ കണ്ണുകളിൽ നോക്കാൻ നോട്ടം മാറ്റി പരിങ്ങി. അത് പിന്നെ രവിയേട്ടൻ തന്നെ വിളിച്ചിരുന്നു. അപ്പച്ചി വാക്കുകൾക്കായി തപ്പിയ ശേഷം അച്ഛന്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. അച്ഛൻ തിരിച്ചു. എന്നാലും അപ്പച്ചി ഇത്ര ദൂരെയുള്ള കോളേജിലേക്ക് അപ്പച്ചി എങ്ങനെ ഇത്ര നേരത്തെ എത്തി? ഞാൻ വിടാതെ ചോദിച്ചു. അപ്പച്ചി വല്ലാതെ അസ്വസ്ഥയായി. എന്റെ കൈകളിൽ നിന്ന് അമർത്തി പിടിച്ചുകൊണ്ട് അപ്പച്ചി പറഞ്ഞു, മോളെ, ഇപ്പൊ ഇതൊന്നും ചോദിക്കാനുള്ള സമയമല്ല. നീ ആദ്യം ഇവിടെ ഇറങ്ങി. ആളുകളൊക്കെ നോക്കുന്നുണ്ട്. ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. വാ, വേഗം നടക്ക്. അപ്പച്ചി എന്നെ നിർബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്തോ വലിയൊരു കാര്യം അപ്പച്ചി മറച്ചു പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ എത്ര ചോദിച്ചിട്ടും അപ്പച്ചി ഒന്നും വിട്ടുപറയാതെ എന്നെ കാറിനടുത്തേക്ക് നടത്തി. വീട്ടിലെത്തിയതോടെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുകയായിരുന്നു. ലൈബ്രറി മുറിയിൽ വെച്ച് നടന്ന കാര്യങ്ങൾ കോളേജിൽ വലിയ സംസാര വിഷയമായി തീർന്നിരുന്നു.
കാശി സാറിനെ രക്ഷിച്ചതും അന്ന് ആ മുറിയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്ന നിമിഷങ്ങളും പലരുടെയും നാവുകളിൽ പല രീതിയിലാണ് എത്തിയത്. അച്ഛന്റെയും അപ്പച്ചിയുടെയും മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ അപകടം മണത്തു. ബന്ധുക്കളും നാട്ടുകാർക്ക് വീട്ടിൽ കൂടിയിട്ടുണ്ട്. എല്ലാവരുടെയും ചർച്ചാ വിഷയം ഒന്ന് തന്നെ. ലൈബ്രറിയിൽ വെച്ച് കാശി സാറിന്റെ മാന രക്ഷിച്ചു. പക്ഷേ സമൂഹത്തിന്റെ കണ്ണിൽ ഞങ്ങൾ രണ്ടുപേരും ആ മുറിയിൽ ഒന്നിച്ചായിരുന്നു. ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അച്ഛന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. നാട്ടുകാരെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ എനിക്ക് വയ്യ. കാശിനാഥ് സാർ അവളെ രക്ഷിച്ചതാ, അത് സത്യം. പക്ഷെ നാട്ടുകാരുടെ കണ്ണിൽ അങ്ങനെയല്ല. അതിനാൽ എത്രയും പെട്ടെന്ന് കാശിനാഥ് സാറും ഇവളും തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കുകയാണ് വേണ്ടത്. അച്ഛന്റെ വാക്കുകൾ കേട്ട് ഞാൻ തരിച്ചുപോയി. അമ്മ അത് ശരിവെക്കുന്ന പോലെ തലയാട്ടി. അതെ, എത്രയും വേഗം ഇവരുടെ കല്യാണം നടത്തണം. എന്റെ ഉള്ളിൽ ആകെ ഒരു പെടച്ചിലായിരുന്നു. ഒരു വശത്ത് കാശി സാറിനുള്ള കടുത്ത കുറ്റബോധം, മറുവശത്ത് അദ്ദേഹത്തിന്റെ ആ കത്തുന്ന ദേഷ്യം. എന്നെ വെറുപ്പോടെ നോക്കി നിന്നെ പോലെ ഒരുത്തിയുടെ നഗ്നത കണ്ട് ആസ്വദിക്കേണ്ട ഗതികേട് എനിക്കില്ലെന്ന് ആക്രോശിച്ച ആ മനുഷ്യൻ എങ്ങനെ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവും? സൗഹൃദത്തിന്റെയോ സ്നേഹത്തിന്റെയോ പേരിലല്ല, മറിച്ച് വീണ് കിട്ടിയ ഒരു അപവാദം മായ്ക്കാനായി മാത്രം ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. പക്ഷെ അച്ഛന്റെ അഭിമാനത്തിന് വേണ്ടി എനിക്കൊന്നും എതിർക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും എന്റെ മനസ്സിൽ ആ ചോദ്യം ബാക്കിയായി. കാശിയോട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. കാശി മറുത്തൊന്നും പറയില്ലെന്നാ എന്റെ വിശ്വാസം. അപ്പച്ചിയും അച്ഛനെ അമ്മയെ ഏറ്റുപിടിച്ചു. ചർച്ചകൾ മുറുകുന്നതിനിടയിൽ അപ്പച്ചിയുടെ നാവിൽ നിന്ന് അറിയാതെ കാശി എന്ന പേര് വീണതും ഞാൻ ഞെട്ടിപ്പോയി. ഇതുവരെ എല്ലാവരും കാശി സാർ എന്ന് വിളിച്ചിരുന്ന ആളെ അപ്പച്ചി ഇത്രമേൽ അടുപ്പത്തോടെ വിളിക്കുന്ന കേട്ടപ്പോൾ എന്റെ സംശയം ഇരട്ടിച്ചു. ഞാൻ അപ്പച്ചിയുടെ കൈ പിടിച്ച് വലിച്ച് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. അപ്പച്ചി, സത്യം പറ, കാശി സാർ അപ്പച്ചിക്ക് ആരാ? ഈ കല്യാണം ഇത്ര വേഗത്തിൽ നടത്താൻ തീരുമാനിക്കാൻ എന്താ കാരണം? അപ്പച്ചി ആദ്യമൊന്നും പരിങ്ങിയെങ്കിലും എന്റെ ഉറച്ച നോട്ടത്തിന് മുമ്പിലൂടെ സത്യം വെളിപ്പെടുത്തി. മോളെ, കാശി വെറും ഒരു സാറ് മാത്രമല്ല, അവൻ എന്റെ സ്വന്തം ചേച്ചിയുടെയും എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെയും മകനാ. നിന്റെ അച്ഛന്റെ ഇളയപ്പങ്ങൾ രാധികയുടെ മകൻ. അപ്പച്ചിയുടെ വാക്കിൽ കേട്ട് ഞാൻ തരിച്ചുപോയി. എന്റെ കാലുകൾക്ക് ബലം നഷ്ടപ്പെടുന്ന പോലെ തോന്നി. എന്റെ സ്വന്തം മുറച്ചെറുക്കനായിരുന്നു അദ്ദേഹം. മോളെ, നിന്റെ മനസ്സിൽ ഒത്തിരി സംശയമുണ്ടെന്ന് അപ്പച്ചിക്കറിയാം. എല്ലാം പറയാൻ കഴിയുന്നില്ലെങ്കിലും ഒരു കാര്യം അപ്പച്ചി മോളോട് പറയാം. കാശിയുടെ അച്ഛനെ നിന്റെ അച്ഛനെ പണ്ടേ കണ്ടുകൂടാ. പഴയ എന്തൊക്കെയോ ശത്രുത അവരുടെ ഇടയിലുണ്ട്. ആ വാശി ഇപ്പോഴും കാശിയുടെ അച്ഛൻ കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ടാ അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പോലും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത്. അപ്പച്ചി പതുക്കെ എന്റെ തോളിൽ തട്ടി. പക്ഷേ ഇപ്പൊ നടന്ന ഈ സംഭവങ്ങൾക്ക് ഒരേ ഒരു പരിഹാരം നിങ്ങളുടെ വിവാഹ. നിന്റെ അച്ഛൻ ആഗ്രഹിക്കുന്ന അതാ. കാശിനാഥ് നിന്നെ വിവാഹം കഴിച്ചാ പിന്നെ നാട്ടുകാർക്കോ നിന്റെ ശത്രുക്കൾക്കോ നിന്നെ ഒന്നും പറയാൻ കഴിയില്ല. അവൻ തന്റെ അച്ഛനെ എതിർത്താണെങ്കിലും നിന്റെ സുരക്ഷ ഉറപ്പാക്കും. ഞാൻ സംശയത്തോടെ ചോദിച്ചു, കാശി സാർ ഇതിനൊക്കെ സമ്മതിക്കോ അപ്പച്ചി? അപ്പച്ചി ഒന്ന് ശ്വാസം വിട്ടു. കാശിയോട് ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല മോളെ. അവനിപ്പോ പോലീസ് സ്റ്റേഷനില്ല. അവിടുന്ന് വീട്ടിലെത്തിയ ഉടനെ ഞാൻ അവനോട് കാര്യങ്ങൾ പറയും. സ്വന്തം അച്ഛൻ്റെ എതിർപ്പ് അവൻ അറിയാവുന്ന തന്നെയാ. എങ്കിലും അവൻ നിന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പാ. നീയും നിന്റെ അച്ഛനെ യുവാത്തിന് തയ്യാറാണെന്ന് അറിഞ്ഞ അവൻ അതിന് കൂട്ടു നിൽക്കും. അപ്പച്ചി എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എന്റെ ഉള്ളിൽ കാശി സാറിന്റെ ആ ഗൗരവമുള്ള മുഖമായിരുന്നു. അദ്ദേഹം വീട്ടിലെത്തുമ്പോൾ അപ്പച്ചി ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം? ബാക്കിയൊക്കെ അവൻ വീട്ടിലെത്തിയിട്ട് ഞാൻ അവനോട് സംസാരിച്ചോളാം. മോള് പേടിക്കാതെ സമാധാനത്തോടെ അച്ഛൻ്റെ അടുത്തേക്ക് നടക്ക്. അപ്പച്ചി എന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഒരു വശത്ത് കുടുംബപ്പക, മറുവശത്ത് സമൂഹത്തിന് മുമ്പിൽ അന്തസ്. കാശി സാറ് വീട്ടിലെത്തുമ്പോൾ അപ്പച്ചി ബോംബ് പൊട്ടിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നോർത്ത് എന്റെ ഉള്ളം നീറി. ദിവസങ്ങൾ പിന്നെയും നിഴലുകളെ പോലെ എന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നു. കലാലയത്തിന്റെ പടവുകൾ കയറാൻ എന്റെ ഉള്ളം മടിച്ചു. കാശി സാറിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ആദ്യം ഒരു വശത്ത്, കൂട്ടുകാരുടെയും അധ്യാപകരുടെയും ചോദ്യശരങ്ങൾ മറുവശത്ത്. ആ മുറിവേറ്റ ചിന്തകളിൽ നിന്ന് എങ്ങോട്ടുമില്ലാതെ ഒളിച്ചോടാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി അച്ഛന്റെ ആ ചോദ്യം എത്തിയത്. വിവാഹത്തിന് എനിക്ക് സമ്മതമാണോ എന്ന്. ആ നിമിഷം കാശി സാറിന്റെ പ്രതികരണത്തെക്കുറിച്ചോ എന്റെ നഷ്ടങ്ങളെക്കുറിച്ചോ ഞാൻ ചിന്തിച്ചില്ല. എന്റെ മുന്നിൽ തെളിഞ്ഞെന്ന് കുടുംബത്തിന്റെ അന്തസ്സും അച്ഛന്റെ മുഖവും മാത്രമായിരുന്നു. എന്റെ മൗന സമ്മതം അറിഞ്ഞപ്പോൾ അച്ഛൻ കാത്തുവെച്ച മറ്റൊരു രഹസ്യം കൂടി വെളിപ്പെടുത്തി. കാശി സാറ് നിന്റെ അധ്യാപകൻ മാത്രമല്ല മോളെ, നിന്റെ മുറച്ചെറുക്കും കൂടിയാ. അപ്പച്ചി മുമ്പേ സൂചിപ്പിച്ചിരുന്നുകൊണ്ട് എനിക്ക് വലിയ ആശ്ചര്യം തോന്നിയില്ലെങ്കിലും ഉള്ളിലെ സംശയം തീർക്കാൻ ഞാൻ ചോദിച്ചു, അച്ഛൻ ഇതൊക്കെ നേരത്തെ അറിയായിരുന്നോ? ആദ്യം ഒരു കനത്ത നിശബ്ദതയായിരുന്നു മറുപടി. പിന്നെ ആർദ്രമായി അച്ഛൻ പറഞ്ഞു, അറിയാം. എന്റെ തോളിൽ സാന്ത്വനം എന്നോണമെന്ന് തട്ടി അച്ഛൻ അകത്തേക്ക് നടന്നു നീങ്ങി. ആ മനസ്സിന്റെ ഭാരവും എന്നോടുള്ള കരുതലും ആ സ്പർശനത്തിൽ ഞാൻ അറിഞ്ഞു. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച ആ വലിയ മനുഷ്യനെ വിഷമിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല. ഇതിനിടയിൽ എപ്പോഴും അച്ഛന്റെ ഫോണിലേക്ക് അപ്പച്ചിയുടെ ആ വിളിയെത്തി. കാശിയേട്ടന് യുവാത്തിന് സമ്മതമാണെന്ന വാർത്തയുമായി. ആദ്യം എതിർത്തുന്ന കാശി സാർ മാമന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്റെ പിടിവാശികളെല്ലാം ഉപേക്ഷിച്ചു. അതോടെ വീട്ടിലാകെ ആഘോഷത്തിമിർപ്പായി. മുഹൂർത്തം കുറിക്കലും ജാതകം നോക്കലുമായി മുതിർന്നവർ തിരക്കിലായി. എവിടെയും കല്യാണത്തിന്റെ അലയൊലികൾ മാത്രം. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ മറിച്ചായിരുന്നു. ഞാനും കാശി സാറും അല്ല, എന്റെ കാലനാഥനും തമ്മിൽ ഒരു തരം ഒളിച്ചുകളി തന്നെയായിരുന്നു. വിവാഹത്തിലുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ തിരഞ്ഞെടുക്കുന്നതിൽ ഞങ്ങൾ ആവേശപൂർവ്വം പങ്കുചേർന്നില്ല.
പകരം പരസ്പരം കണ്ണിൽപ്പെടാതെ ഞങ്ങൾ ഒഴിഞ്ഞുമാറി നടന്നു. വിധിയുടെ ഓരോ നീക്കങ്ങളെയും നിസ്സംഗതയോടെ നോക്കിയിരുന്ന ഞങ്ങൾ ഒടുവിൽ ഇന്ന് ആ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു. ഞങ്ങളുടെ വിവാഹം, അതെ, ഇന്നാണ് ഞങ്ങൾ മുഖാമുഖം കണ്ടത്. കന്യാദാനം നടത്തിക്കോളൂ. തിരുമേനിയുടെ ആ മന്ത്രോച്ചാരണം ഒരു ഇടിമുഴക്കം പോലെയാണ് എന്റെ കാതുകളിൽ പതിച്ചത്. ഓർമ്മകളുടെ ആഴക്കടലിൽ നിന്നും ഞാൻ പെട്ടെന്ന് വർത്തമാനകാലത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. എന്നെ വിറക്കുന്ന കൈകൾ അച്ഛൻ ചേർത്ത് പിടിച്ചു. അച്ഛന്റെ കരങ്ങളിലെ വിറയൽ എനിക്ക് അനുഭവിക്കാമായിരുന്നു. അതൊരു വലിയ ഭാരമിറക്കി വെക്കുന്നതിന്റെ ആശ്വാസമാണോ അതോ പ്രിയപ്പെട്ട മകളെ പടിയിറക്കുന്നതിന്റെ സങ്കടമാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴും എന്റെ മുന്നിൽ ആ കാലനാഥൻ ഇരിക്കുകയാണ്. തന്റെ മുരുടൻ സ്വഭാവം ഒട്ടും ചോർന്നു പോവാതെ യാതൊരു ഭാവഭേദവുമില്ലാതെ അയാൾ ആ പവിത്രമായ ചടങ്ങിലിരുന്നു. അനുഗ്രഹങ്ങൾ വാങ്ങാനുള്ള നേരമായി. ഓരോരുത്തരായി അടുത്തെത്തി തലയിൽ കൈവയ്ക്കുമ്പോൾ അമ്മുവിന്റെ ഉള്ളിൽ വിങ്ങുന്ന ഒരു കടലിരമ്പുന്നുണ്ടായിരുന്നു. അച്ഛന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമ്പോൾ നിയന്ത്രിക്കാനാവാതെ അവൾ പൊട്ടിക്കരഞ്ഞു. അത്രയും കാലം തണലായി നിന്ന ആ കൈകളിൽ നിന്ന് എന്നെ മറ്റൊരാൾക്ക് കൈമാറിയിരിക്കുന്നു. തന്റെ കുറുമ്പുകളും വാശികളും ഇനി ഈ വീട്ടിലെ ചുമരുകൾക്ക് മാത്രമുള്ള ഓർമ്മയാവാൻ പോകുന്നു. കരയിലെ മോളെ. അച്ഛന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. കാശിയല്ല, സാക്ഷാൽ കാരനാഥൻ അപ്പോഴും ഗൗരവം വിടാതെ ഒരു പ്രതിമയെ പോലെ അരികിൽ നിന്നു. പടിയിറങ്ങുമ്പോൾ മടപ്പള്ളി കോളേജിലെ തന്റെ ചങ്ങായിമാർ ദൂരെ മാറി നിൽക്കുന്നവൾ കണ്ടിരുന്നു. അവരുടെ മുഖത്തെ പരിഭ്രമവും സങ്കടവും കണ്ടപ്പോൾ അവരുടെ ഉള്ളൊന്ന് പിടഞ്ഞു. കാറിന്റെ പിൻസീലിൽ കാശിക്കരികിലിരിക്കുമ്പോൾ പുറത്തെ കാഴ്ചകൾ അവ്യക്തമായിരുന്നു. കാറ് മുന്നോട്ട് നീങ്ങുമ്പോഴും അവരിരുവർക്കുമിടയിൽ ഒരു ഹിമാലയ പർവ്വതം പോലെ നിശബ്ദത നിലകൊണ്ടു. അവൻ കാർ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അമ്മുവിനെ ഒന്ന് നോക്കാൻ പോലും അവൻ തയ്യാറായില്ല. താലി കെട്ടിയെന്ന് കരുതി തന്നോടുള്ള ദേഷ്യം അല്പം പോലും കുറഞ്ഞിട്ടില്ലെന്ന് ആ ഇരിപ്പിൽ നിന്ന് തന്നെ അവൾക്ക് വ്യക്തമായിരുന്നു. മംഗലത്ത് വീടിന്റെ ഉമ്മറത്തേക്ക് ആ കാർ വന്ന് നിന്നു. എഞ്ചിൻ നിലച്ചപ്പോൾ ഉണ്ടായ നിശബ്ദതയിൽ അമ്മു കാറിൽ നിന്ന് ഇറങ്ങി. ആഭിജാത്യം തുളുമ്പുന്ന ആ വീടിന്റെ തലയെടുപ്പ് കണ്ടപ്പോൾ അവളൊന്ന് പകച്ചുപോയി. തന്റെ വീടിനേക്കാൾ എത്രയോ വലിയ മാളിക. മുറ്റത്തിന്റെ ഒരറ്റത്ത് വസന്തം വിരിയിച്ച് നിൽക്കുന്ന പൂക്കളുടെ വർണ്ണക്കാഴ്ചകൾ. അതൊരു മനോഹരമായ ചിത്രം പോലെ അവൾക്ക് തോന്നി. ആ വീട് അവൾക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. കുടുംബകലഹത്തിന്റെ കൈപ്പേറിയ അധ്യായങ്ങൾക്കിടയിൽ അച്ഛനൊരു നിഴൽ പോലെ അവൾ ഈ പടിവാതിക്കൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു. ഓർമ്മകളുടെ തിരമാലകൾ അവളുടെ ഉള്ളിൽ അലയടിച്ചു. മുന്നിലെ വിസ്മയങ്ങളിൽ കണ്ണു നട്ടിരിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ നറുശിരിയുമായി അപ്പച്ചി ഉമ്മറത്തേക്ക് വന്നത്. കയ്യിലിരുന്ന നിലവിളക്കിന്റെ നാളം അവളുടെ മുഖത്ത് വെളിച്ചം പടർത്തി. വലതുകാലം വെച്ച് അകത്തേക്ക് കയറൂ മോളെ. വാത്സല്യം തുളുമ്പുന്ന അപ്പച്ചിയുടെ ആ വാക്കുകൾ ഒരു മന്ത്രം പോലെ അവളുടെ കാതുകളിൽ പതിഞ്ഞു. ദൈവങ്ങളെ മനസ്സിൽ വിളിച്ച് പാറി വീഴുന്ന മുടികൾ ഒതുക്കി ഞാൻ ആ വീടിന്റെ അകത്തളത്തിലേക്ക് വലതുകാൽ വെച്ചു. പക്ഷേ ചുവട് വെച്ച അതേ നിമിഷം തന്നെ വേഗത്തിൽ കാശി അവളെ മറികടന്ന മുകളിലെ മുറിയിലേക്ക് പോയി, അവളെ തിരിഞ്ഞു പോലും നോക്കാതെ. കാശി മുറിയിലേക്ക് മറിഞ്ഞതും ഉമ്മറത്തൊരു കനത്ത നിശബ്ദത പടർന്നു. ഒരു നെടുവീർപ്പോടെ അപ്പച്ചി അവളുടെ അരികിലേക്ക് വന്നു. പേടിക്കേണ്ട മോളെ, അവൻ പണ്ടേ ഇങ്ങനെയാ. ദേഷ്യം വന്നാ പിന്നെ മുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് പോലും നോക്കില്ല. നീ ഈ വിളക്ക് പൂജാമുറി കൊണ്ടുപോയി വെക്ക്. അപ്പച്ചി സാന്ത്വനത്തോടെ മൊഴിഞ്ഞു. പൂജാമുറിയിൽ വിളക്ക് വെച്ച് തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ ലിവിംഗ് റൂമിൽ കാശിയുടെ ഏട്ടൻ കൈലാസും ഭാര്യ ശ്വേതയും ഇരിപ്പുണ്ടായിരുന്നു. കൈലാസേട്ടൻ അരികിലേക്ക് വന്ന് പതുക്കെ പറഞ്ഞു, അമ്മു, ഒരല്പം മുരടനായ ഒരുത്തന്റെ കയ്യിലാണ് നീ പെട്ടിരിക്കുന്നത്. പക്ഷെ സാരമില്ല, ഞങ്ങളൊക്കെ കൂടെയുണ്ട്. ശ്വേത അവിടെ കൈകൾ പിടിച്ച് നിർത്തി. അതെ അമ്മു, നീ ഇന്ന് കണ്ട ആ കല്ല് പോലെയുള്ള മനുഷ്യനല്ല കാശി. ആ കോളേജ് സംഭവത്തിന്റെ ആഘാതം അവന് അഭിമാനത്തിനേറ്റ മുറിവാ. നീ അവനോട് തർക്കിക്കാൻ നിൽക്കേണ്ട കേട്ടോ. കൈലാസിന് ശ്വേതക്ക് നേരെ വേദന ചാലിച്ച ഒരു പുഞ്ചിരി എറിഞ്ഞു കൊടുക്കുമ്പോഴും അമ്മുവിന്റെ ഉള്ളം പിടയുകയായിരുന്നു. അവളുടെ മിഴികൾ മെല്ലെ ഭിത്തിയിൽ തറച്ചിരിക്കുന്ന ആ വലിയ ഛായാചിത്രത്തിലേക്ക് നീണ്ടു. രാധിക, കാശിയുടെ അമ്മ, താൻ ഓർമ്മ വെച്ച കാലം മുതൽ പ്രഭാവതി അപ്പച്ചി പറഞ്ഞു തന്ന കഥകളിലെ നായിക. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും രക്തബന്ധത്തിന്റെ ഏതോ കനൽ വഴികളിലൂടെ തനിക്കരികിൽ നിൽക്കുന്ന സ്വന്തം അപ്പച്ചി. ആ മുഖത്തേക്ക് നോക്കി നിൽക്കെ അണപൊട്ടിയൊഴുകുന്ന കണ്ണുനീർ അവളുടെ കവിൾത്തടങ്ങളെ നനച്ചു. പക്ഷെ ആ നിശബ്ദത അധിക നേരം നീണ്ടു നിന്നില്ല. ഒരു കരിനിഴൽ പോലെ കാശിയുടെ അച്ഛൻ ആ ഫോട്ടോക്കും അവൾക്കും ഇടയിൽ പ്രതിരോധമെന്നോണം വന്നു നിന്നു. കൈലാസേ, ആരെ ബോധിപ്പിക്കാനായി സ്നേഹപ്രകടനം? അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു ഗർജനം പോലെ ആ വലിയ ഹാളിൽ മുഴങ്ങി. ആ വാക്കുകളിൽ വിദ്വേഷത്തിന്റെ കനലെരിയുന്നുണ്ടായിരുന്നു. മാന്യമായി ജീവിച്ചു പോയ ഒരു കുടുംബത്തിന്റെ പേരിന്ന് തെരുവില് ചർച്ചാ വിഷയാക്കി മാറ്റിയവളായി നിൽക്കുന്നത് എന്റെ മകന്റെ അന്തസ്സും പ്രതാപവും മണ്ണിൽ ചവിട്ടിയരച്ചവള്. ഭയന്ന് കുറച്ച പ്രഭാവതി അപ്പച്ചി പതുക്കെ ഇടപെട്ടു. ഏട്ടാ, അവളൊരു കുട്ടിയല്ലേ, അറിയാതെ പറ്റിപ്പോയതാവാം. കുട്ടിയോ? ആ പരിഹാസച്ചിരി അമ്മുവിന്റെ നെഞ്ചിൽ തറച്ചു. മംഗലത്ത് തറവാട്ടിലെ ആണുങ്ങളെ വിരൽ തുമ്പിൽ നിർത്താൻ നോക്കിയ അഹങ്കാരിയായി ഇവള്. രവീന്ദ്രൻ തന്റെ മകളെ ശരിക്കും പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് എങ്ങനെ ഒരു കുടുംബത്തിന്റെ സമാധാനം കെടുത്തണമെന്ന്. അദ്ദേഹം തന്നെ വിരലുകൾ അവൾക്ക് നേരെ ചൂണ്ടി ശാപവാക്കൾ പോലെ തുടർന്നു. നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം കിട്ടിയത് എന്റെ മകന്റെ ഔദാര്യം കൊണ്ടല്ല, അവന്റെ ഗതികേട് കൊണ്ടാ. പക്ഷെ ഓർത്തോ, ഈ പടിവാതിനുള്ളിൽ നീ അനുഭവിക്കാൻ പോകുന്ന നരകത്തിന്
ഞാൻ സാക്ഷിയായിരിക്കും. മേലെടുത്ത രവിയുടെ മകൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.